السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونصلي على رسوله الكريم أما بعد. اللهم صل على محمد وعلى آل محمد. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഈ KNM-ൻ്റെ പ്രവാസി കൂട്ടായ്മയുടെ കാര്യദർശികളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഞാൻ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സമ്മതിക്കുകയും മറ്റും പുറത്ത് നമ്മൾ കാണുകയും ചെയ്തു. എല്ലാ വ്യക്തികളെയും ഒറ്റവാക്കിൽ പരാമർശിച്ചുകൊണ്ട് ഈ സെഷൻ്റെ ഏതാണ്ട് അവസാനത്തെ സെഷനായിട്ടുള്ള അവസാനത്തെ സെഷൻ ശരിക്കും ഉത്ബോധനമായിരുന്നു. ഞാൻ അല്പം വൈകിയത് കൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഉത്ബോധനത്തിലാണ് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിലും അതിന് അവസാനത്തിലൊരു ചെറിയ ഉത്ബോധനം വേണമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് അവസാനിക്കേണ്ടത്. എന്തിനാണ് നമ്മളിങ്ങനെ ഈ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്? എല്ലാ വർഷത്തിലും KNM ജില്ലാ കമ്മിറ്റി പല ജില്ലകളിലായി അവരുടെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്തിനാണ്? ഇവിടെ എന്നിൽ അർപ്പിച്ചിട്ടുള്ളത് കുറച്ച് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതോടനുബന്ധമായി ചില കാര്യങ്ങളും സൂചിപ്പിക്കാനുണ്ട്. നിർണിതമാക്കപ്പെട്ട സമയത്തുള്ളിൽ അത് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്നും തൗഹീദിനും സുന്നത്തിനും വേണ്ടി നിലകൊണ്ട ഒരു മഹാപ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതെ തലമുറകളിലേക്ക് കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തലമുറകൾ മാറുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ചെറിയ ചെറിയ വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളൊക്കെ സംഭവിക്കും. അത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിലുള്ള ചില വ്യത്യാസങ്ങളാണ്. ഇപ്പം സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ വാക്ക് എന്ന് പറയും. വാക്ക് എന്ന് പറഞ്ഞാൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തറ്റിക്, പിന്നെ ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ഇങ്ങനെ 5 ടൈപ്പ് ഗ്രാഹ്യ ശക്തികളാണ് നമുക്കുള്ളത്. അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. വാക്കോഗ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളാണ്. അതിലേതെങ്കിലും ഒരു ഇന്ദ്രിയം ബൂസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളുടെ പെർസെപ്ഷൻ, അയാളുടെ കാഴ്ചപ്പാട് മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വിഷ്വൽ ആണെന്ന് വിചാരിക്കുക. മനുഷ്യന് ഈ 5 രൂപത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയം ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ പ്രകൃതത്തിനനുസരിച്ചിട്ടായിരിക്കും മനസ്സിലാക്കലുണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ടീച്ചിങ് മെത്തേഡിലൊക്കെ വിഷ്വൽ കോൺസെപ്റ്റ് കൂടിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയിലൂടെ കാര്യങ്ങളെ കാണുന്നവർ, അതാണ് ശരിക്കും വിഷ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ പറച്ചിലൂടെയും കേൾവിയിലൂടെയും വായനയിലൂടെയും മനസ്സിലാക്കുന്നവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിഷ്വൽ കോൺസെപ്റ്റ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? പുതിയ തലമുറയെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില പാകപ്പിഴവുകൾ സംഭവിക്കും. ഇപ്പം വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാലിബ്രേഷൻ നടത്തി അതിലേക്ക് കൂടുതലാണ്. എന്താ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ഉള്ള സിദ്ധിയെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പേര് ആക്സിലറേഷൻ എന്നാണ്. ഒരിക്കൽ ഇല്ലാത്ത സാധനത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാലിബ്രേഷൻ എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങളിൽ ഇപ്പോൾ പല ആൾക്കാരും പ്രസംഗിക്കുന്നവരായിരിക്കും. പ്രസംഗം തീരെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പ്രസംഗം അറിയില്ല, അതൊരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഒരു 10-15 പ്രാവശ്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ നിങ്ങളും പ്രഭാഷകരാകും. അതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്.
ഒരു പ്രസംഗകനായ ഒരാൾ അദ്ദേഹത്തിന്റെ ആ കഴിവിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന്റെ പേര് ആക്സിലറേഷൻ എന്ന്. ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് കാലിബ്രേഷൻ വളരെ കൂടുതലാണ്. കാരണം വിഷ്വൽ മീഡിയ വന്നതോടുകൂടി കുട്ടികൾ എല്ലാവരും കാഴ്ചയിലേക്ക് പോയി. കാഴ്ചയിലേക്ക് പോകുമ്പോൾ പൊതുവെ ഓഡിറ്ററി മെമ്മറി കുറയും. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ ഓർമ്മ കുറഞ്ഞു. കാരണം ഉപദേശം വിഷ്വൽ അല്ല, ഉപദേശം ഓഡിറ്ററിയാണ്, വാക്കായിട്ട് പറയുന്നത്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇത്രയും കഥകളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്? കഥകൾ എന്നും നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഈ സംസാരത്തിൽ ചില കഥകൾ പറഞ്ഞാൽ ആ കഥയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുക, വേറെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഉദാഹരണത്തിന് പാഠത്തിലൂടെ ഒരു പെൺകുട്ടി ഓടി വരുന്നു എന്ന് പറയുമ്പോൾ ആ വായനയായിരിക്കും നടക്കുന്നത്, പക്ഷേ അത് നമ്മൾ മനസ്സിൽ കാണും. അപ്പൊ വിഷ്വൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടിയ ആൾക്കാരുടെ പേരാണ് ന്യൂ ജനറേഷൻ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാഴ്ചയേക്കാൾ കൂടുതലായി ഒന്നുമില്ലാത്ത കുട്ടികൾ. പറഞ്ഞാലും മനസ്സിലാകില്ല, കേട്ടാലും മനസ്സിലാവില്ല, അവർക്ക് കണ്ടാലേ മനസ്സിലാവും. ഉദാഹരണത്തിന് നിങ്ങൾ പ്രായം ചെന്നവരാണ്, നല്ല ചില സ്ഥലത്ത് നടത്തുന്ന ഒരു ചെറിയ എക്സസൈസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. കൈയൊന്നും എല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട്, ഇതെല്ലാവരും ഇങ്ങനെ ആക്കിക്കോ, ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ, പെട്ടെന്നാക്കെ, പെട്ടെന്ന് താടി കൈ വെച്ചാട്ടെ. ഇതാണോ താടി? അല്ല. നിങ്ങൾ 90% ആൾക്കാരും ഏകദേശം തെറ്റിച്ചു. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഞാൻ ഉപദേശമായി പറഞ്ഞത് താടി എന്നാണ്, പക്ഷെ ഞാൻ വെച്ചത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു, തിരിയുന്നുണ്ടോ? എന്ന് വെച്ചാൽ കാണുന്നത് ചെയ്യുക എന്നതാണ് നമ്മളുടെ പോലും ശൈലി. താടി ഇതല്ല, പുടിക്കൽ എന്തായാലും താടി ഇതല്ലല്ലോ, ഇത് നെറ്റിയാണ്, അല്ലെങ്കിൽ നെറ്റിയുടെ ഈ ചെന്നിയുടെ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വെച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ അവിടെ വെച്ചതാണ് നിങ്ങൾ കണ്ടത്, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഉപദേശിച്ചത് താടിയിൽ വെക്കാനാണ്. താടിയിലല്ല നിങ്ങൾ വെച്ചത്, ഇവിടെയാണ്. കാരണം എന്നെ കണ്ടത് ഇവിടെ വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നുമായാൽ ചെയ്യുന്നതിനെയാണ് കുട്ടികൾ അനുകരിക്കുക. അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. വിഷ്വലാണ് കുട്ടികൾ കൂടുതൽ അനുകരിക്കുക ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. കാരണം അവരിതിങ്ങനെ കണ്ട് കാലിബ്രേറ്റ് ചെയ്ത് അവരുടെ സ്കില്ല് വിഷ്വലിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പുളിക്കൽ ഇതൊരു സ്ഥാപനമാണ്. നമ്മളൊക്കെ മുമ്പൊക്കെ വന്നിരുന്നു, ഇപ്പൊ കുറച്ച് വരാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ പല ഫറൂഖ് കോളേജ് ആകട്ടെ, പലയിടത്ത് പോയാലും ഇപ്പോ ഫറൂഖ് കോളേജ് റൗദത്തുൽ ഉലൂമിൽ നിന്ന് ഇന്ന് വിളിച്ചിരുന്നു. അവിടെ പ്രഭാഷണത്തിന് ഭാവിയിലൊക്കെ ഒന്ന് ഉയരണം എന്നുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, 100 കുട്ടികളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് വീണ്ടും കുട്ടികൾ ഉയർന്നു വരുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കുട്ടികൾ ഒരു 10, 15, 20, ചിലപ്പോൾ 50 പ്രാവശ്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരും ഒരു പ്രഭാഷകരാണ്. അതാണ് കാലിബ്രേഷൻ. ചില ആളുകൾക്ക് ജന്മന കിട്ടുന്ന സിദ്ധിയുണ്ട്, ചില ആളുകൾ ക്രിയേറ്റീവായി ഉണ്ടാക്കുന്ന സിദ്ധിയുണ്ട്. ജന്മന കിട്ടുന്നത് നല്ല പാട്ട്, അത് ജന്മന കിട്ടുന്ന ശബ്ദം കൊണ്ടാണ്. പക്ഷെ പാടി പാട്ടുകാരാകുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഒരു പാട്ട് തന്നെ നിങ്ങൾ കുറേ വട്ടം പാടിയാൽ ആ പാട്ട് പാടാൻ നമുക്ക് പറ്റും. അത് നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ പലരും നടത്തുന്ന പല സ്ഥാപനം, ഇപ്പൊ ദാറുൽഹുദ പോലെയുള്ള, അവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന കുറെ കുട്ടികളെ പ്രഭാഷകരാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് എല്ലാ ആഴ്ചയിലും സെമിനാറിന്റെ എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ കാലിബ്രേറ്റ് ചെയ്ത് നമ്മുടെ ഐഡിയോളജിയിൽ നിന്നും മെല്ലെ മെല്ലെ മാറി അവർ കാണുന്നതിൽ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണിക്കുന്നവരായി മാറേണ്ടതുണ്ട്. നീ എല്ലാ വക്തിലും നിസ്കരിക്കണം, ഇന്നതുപോലെ ജമാഅത്തായി എന്ന് ഉപദേശിക്കുന്നതിന് പകരം നമ്മളത് ചെയ്യുന്നവരായി നമ്മുടെ കൂടെ കൂട്ടേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. പുതിയ തലമുറ നമ്മളിൽ നിന്ന് പടിയിറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. അതാണ് എൻ്റെ ഒരു വസ്തുതയല്ല. പുതിയ കുട്ടികൾ നമ്മളിൽ നിന്ന് അറിയാതെ പോകും. ഇപ്പൊ ഞാൻ ഇവിടെ ഫറൂഖ് കോളേജിൽ ഇടയ്ക്ക് വരാറുണ്ട്. ഇതേപോലെ തന്നെ PSM കോളേജിൽ മിനിയാന്നോ നാളെ 2-3 ദിവസം മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർദ്ദയണിഞ്ഞ നല്ല മക്കൾ വരെ ചോദിക്കുന്ന ചോദ്യം പർദ്ദയുമായിട്ടൊരു ബന്ധമില്ലാത്ത ചോദ്യമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾ? ഈസ് അലൈവ്, അള്ളാഹു ഉണ്ടോ? എന്താണ് തെളിവ്? വാട്ട്സ് ദ എവിഡൻസ്?
അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താ ചോദിക്കുന്നത് ആരാ? നല്ല മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് പോയാലും ഇതേ ചെയ്തികൾ വന്നിട്ട് അങ്ങനെ മാറിയ ഒരുപാട് തലമുറയെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നൈജീരിയയിലെ ആദം ഹവ്വ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയി. ആ സ്റ്റേറ്റിന്റെ പേരാണ് ആദം ഹവ്വ എന്നാണ്. ആദം നബിയുടെയും ഹവ്വയുടെയും പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റാണ്. ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റാണ്. 32 ലക്ഷം മുസ്ലിമീങ്ങളാണ് അവിടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. 32 ലക്ഷം മുസ്ലിം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതേപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വീട് വെക്കലുകളും കുഴൽക്കിണർ കളിച്ചു കൊടുക്കലുകളും പിന്നെ ഇതേമാതിരി തന്നെ സെമിനാറുകൾ ഉണ്ടാക്കലും എല്ലാം കൂടിയായിട്ട് മാറുന്നതാണ്. അപ്പൊ പുതിയ തലമുറ മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് മനസ്സിലാക്കിയിടത്തേക്ക് മാറുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം, ഇവിടെ നിന്ന് ഗൂഗിൾ ചെയ്യണ്ട, പോയതിനു ശേഷം വീട്ടിൽ പോയിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓരോ വർഷത്തിലും UK യുണൈറ്റഡ് കിങ്ഡത്തിൽ 1 ലക്ഷത്തിലേറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. പഴയതിനേക്കാൾ വളരെ കൂടുതലാണ്. നിങ്ങൾ വീട്ടിൽ പോയാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മോർ ദാൻ 1 lakh എന്നാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് UK, അതേപോലെ അമേരിക്കയിൽ, അതേപോലെ കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, എല്ലായിടത്തും. അതെന്താ കാരണം? അവരും ഇതേപോലെ പഠിച്ചത് മനസ്സിലാക്കിയിട്ട് മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ പ്രദേശത്തുള്ള ആളുകൾ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന് 3 താളക്രമങ്ങളാണ്. ലോകത്തിൽ മൊത്തത്തിൽ ഏകദേശം 186 മറ്റോ രാജ്യം ഉണ്ടെങ്കിൽ, രാജ്യത്തിൽ ഇപ്പോഴും നിർണ്ണപ്പെടുത്തിയിട്ടൊന്നുമില്ല. 200 ജില്ല അങ്ങനെ ചിലപ്പോൾ പറയും. ഫിഫയുടെ ലിസ്റ്റ് നോക്കിയാൽ 212 കാണാൻ പറ്റും. എത്രയാണെന്ന് ഇപ്പോഴും നിർണിതമായ ഒരു കണക്ക് വരുന്നില്ല. 176, 182, 186 പലതും പറയുന്നു. എന്തോ ആകട്ടെ, ഞാൻ പറയും ചില രാജ്യങ്ങളുടെ പേര് കേട്ടപ്പോ ഗിനി ബച്ചാവോ, ഗിനി കൊനാക്കിരി എന്നൊക്കെ പറയാനുള്ള രാജ്യങ്ങൾ, ഓരോ രാജ്യത്തിന്റെ പേരെന്നെ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ പോയിട്ടുണ്ട് ആ രാജ്യത്തിൽ. ഗിനി ബച്ചാവോ, ഗിനി കൊനാക്കിരി എന്ന് പറയുന്ന രാജ്യം. വളരെ ലെങ്സ്റ്റൈൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടെ ആകെ ഏകദേശം 26,000 ആൾക്കാർ ജീവിക്കുന്നുള്ളൂ. ടോട്ടൽ 26,000 ആൾക്കാർ ആ രാജ്യത്ത് ജീവിക്കുന്നു. ലെങ്സ്റ്റൈൻ എന്നാണ് എഴുതുക, ലെങ്സ്റ്റൈൻ എന്നാണ് ഇതിനെ പറയുക. ആ രാജ്യത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഓരോ രാജ്യങ്ങൾ കാണുമ്പോൾ, ഓരോ പ്രദേശങ്ങൾ കാണുമ്പോൾ അവിടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്തമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ലോകത്തിന് 3 താളക്രമങ്ങളാണ്. ഒന്നെങ്ങനെയാന്ന് വെച്ചാൽ, കുറെ രാജ്യങ്ങളിൽ ആദ്യമേ ദീൻ ഉണ്ടായിരുന്നു, അവിടെ ദീൻ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നൊരവസ്ഥ. മറ്റൊരു സ്ഥലം ദീനില്ലാത്തിടത്ത് നിന്ന് മെല്ലെ പറ്റേ ദീനില്ലാത്ത അരാജകത്വത്തിന്റെ ഒരവസ്ഥ. അരാജകത്വമുള്ള രാജ്യത്തിൽ നിന്ന് വീണ്ടും ദീനിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഇങ്ങനൊരു പ്രത്യേക ഒരു സൈക്ലിക്കലാണ് ലോകത്തിലൊന്നാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറകൾ എവിടെ നിൽക്കുന്നു? അപ്പൊ അവര് എന്താണ് കൂടുതൽ കാണുന്നത്, എന്താണ് അവരുടെ അനുഭവങ്ങൾ, എന്താണ് അവർ മനസ്സിലാക്കിയത്, അതിനനുസരിച്ചിട്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുക, അവരുടെ എല്ലാ കാര്യങ്ങളും മാറുക. ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് പ്രയാസമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് 4 ഭാഗത്തേക്ക് ഒന്ന് കയ്യൊക്കെ കൊടുത്തൊന്ന് ഇരുന്നാൽ തിരക്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ഇരുന്ന തോന്നുന്നു. പ്രയാസമില്ലെങ്കിൽ അങ്ങോട്ട് വന്ന് ഇരുന്നിട്ട് എല്ലാവർക്കും ഒന്ന് കൈയെടുത്തിട്ട് ഒന്ന് ഇരിക്കും. ഇൻഷാല്ലാ ഒരു ക്യാമ്പ് പോലെ കണ്ടാൽ മതി. ഇൻഷാല്ലാ അങ്ങോട്ട് കൈ എടുക്കുമ്പോഴേ എനർജി വരുന്ന. എന്നെ ഏൽപ്പിച്ച ടോപ്പിക് ഇതാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പൊ പുതിയ തലമുറകൾ മാറുന്നു. അപ്പൊ ഈ പുതിയ തലമുറകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവർ എങ്ങനെയാണ്, എന്താണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ വീട്ടില് പഴയ രീതിയിലുള്ള ഉപദേശവുമായി പുറപ്പെട്ടാൽ ആ ഉപദേശം അവർ അത്ര കേൾക്കണമെന്നില്ല. നിങ്ങൾ അതിലൊക്കെ പല ആൾക്കാരും ഭയങ്കര നിരാശയിലായിരിക്കും. പഴയ പോലെ ഒന്നും കുട്ടികൾ കേൾക്കുന്നില്ല. 12 വയസ്സ് വരെ പ്രീ ഗ്യാങ് സ്റ്റേജ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്താണ്. പ്രീ ഗ്യാങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ഒരു ഗ്യാങ്ങിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ഞാനിപ്പോ നാളിപ്പോ ഷാഫി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളൊക്കെ കൂടെ സ്കൂളിൽ പഠിച്ചത് എൻ്റെ 2 ക്ലാസ് മേലെയായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ വലിയ അടുത്ത കൂട്ടുകാരാണ്. ഷാഫി മരിച്ചു, തുവക്കാട് ഭാഗത്തുള്ളത്. മരിച്ചപ്പോൾ അവന് 3 കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. അപ്പൊ ഈ 3 കുട്ടികളെ ഞാൻ ഒരുമിച്ച് ഇരുത്തിയിട്ട് അവരോട് സംസാരിച്ചു. കാരണം പാപ്പന്റെ മയ്യത്ത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കും. എന്നോട് ആൾക്കാർ പറഞ്ഞുള്ള കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലാണെന്ന് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ 3 കുട്ടികളെ സംസാരിച്ചു. അതിലെനിക്കറിയാം 2 കുട്ടികൾ ഗ്യാങ് സ്റ്റേജിൽ പോകുന്ന കുട്ടികളാണ്. 2 കുട്ടികളുടെ ഗ്യാങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂട്ടുകാരുണ്ടാവും, ഫ്രണ്ട്സിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം, ഫ്രണ്ട്സിനെ തേടി പോകും. അങ്ങനത്തെ കുട്ടികളാണ്. നല്ല മക്കളാണ്, നല്ല ദീനീയൻസ് ജീവിക്കുന്ന മക്കളാണ്. പക്ഷെ അവർക്ക് കൂട്ടുകാരുണ്ടോ? ഒരുപാട് പറ്റം കൂട്ടുകാരുണ്ട്. കാരണം ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ
ബിടെക്കിലും പഠിക്കുന്നു, ഒരാൾ ജനറൽ ഡിഗ്രി, ഒരാൾ ബിടെക്. അപ്പൊ ആ കുട്ടികൾക്ക് ഏകദേശം 20-22 വയസ്സായ കുട്ടികളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ആ കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങൾ കണ്ടില്ല, മനസ്സിൽ കുറെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും. പക്ഷെ ചെറിയ മോന് വയസ്സ് ഏകദേശം 11 വയസ്സാണ്. ആ കുട്ടി എന്നെ കണ്ടപ്പോഴേക്കും വാപ്പന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും കരയാൻ തുടങ്ങി, പിന്നെ കണ്ണുപൊത്തി കരയാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? ആ കുട്ടി പ്രീ ഗ്യാങ് സ്റ്റേജാണ്, എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ്. അപ്പൊ എല്ലാ ഗ്യാങ്ങും ആരെന്നെയാണ്? വാപ്പന്നെയാണ്. വാപ്പന്റെ കൂടെ അടക്കുക, വാപ്പ പറഞ്ഞ് കേൾക്കുക, വാപ്പ പറഞ്ഞ് ചെയ്യുക. ഇതാണ് 12 വയസ്സിന് ഏകദേശം, അത് 13-14 തുടരുന്നോടുണ്ട്. അപ്പൊ ഇത്തരം കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, ഏകദേശം 11-12 വയസ്സ് വരെ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് സുഹൃത്തുക്കളിലേക്ക്, ഫ്രണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സുകളുടെ പ്രായം, പക്വത, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അവൻ ഏശാൻ തുടങ്ങും. നമ്മൾ അവനെ അതിനു മുമ്പേ വെണ്ണയാക്കിയിട്ടില്ല എങ്കിൽ, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വെണ്ണയാക്കി മാറ്റാനാണ്. പാല് എന്ന് പറഞ്ഞതിൽ വലിയ വ്യക്തിത്വമൊന്നുമില്ല, അത് ഏതിലൊക്കെ കൊണ്ടുപോയാലും ചേരും. പാലിന് വലിയ വ്യക്തിത്വമില്ല. അത് കടലിൽ കൊണ്ടുപോയാൽ കടലിൽ പെട്ടെന്ന് അലിയും, അത് പുഴയിൽ കൊണ്ടുപോയാൽ പുഴയിൽ ഇതാക്കും, തൊട്ടിലൊഴിക്കാൻ തൊട്ടിൽ പോകും. എല്ലാറ്റിനും ചേർക്കാൻ പറ്റിയ ഒരു സാധനത്തിന്റെ പേരാണ് ഇത് സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ലാത്തൊരു സാധനമാണ്. കാരണം പെട്ടെന്ന് ഇടുക്കി ചേരും. നേരെ മറിച്ച് അതിൽ നിന്ന് തന്നെ കടഞ്ഞെടുക്കൽ പുതിയ തലമുറക്ക് വല്ലാണ്ട് അറിയില്ല. കടഞ്ഞെടുത്ത് വെണ്ണയാക്കി ഉരുട്ടി, ആ ഉരുട്ടിയ സാധനം കടലിൽ കൊണ്ടുപോയിട്ടാൽ പോലും കടലിൽ ചേരില്ല. കാരണം കടലിൽ പോലും വ്യത്യസ്തമായി നിൽക്കുന്നതിന്റെ പേരാണ് ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ ആ പ്രായത്തിന് മുമ്പേ ഈ ഒരു വ്യക്തിത്വമാക്കി മാറ്റിയാലാണ് അവര് അവിടെ പോകുന്ന സമയത്ത് ആ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗ്യാങ് സ്റ്റേജിലേക്ക് പോയാൽ ആ ഗ്യാങ് എന്താണോ പറയുന്നത് അതായിരിക്കും നമ്മുടെ കുട്ടികൾ കേൾക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുതെ നമ്മളെ ഓരോന്നിനെ നിൽക്കേണ്ട കാരണം ഇപ്പൊ മൊബൈൽ കൊടുക്കാതിരിക്കുക, അതൊന്നും നടക്കൂല. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ ടൂളാണ്. പണ്ടിറങ്ങിയ ടൂള് പേനയാണ്, അതെല്ലാവരും അടുത്തുണ്ടായിരുന്നു. പേന ആർക്കും കൊടുക്കരുത്, അതുകൊണ്ടാണ് വൃത്തികേട് എഴുതുന്നു പറയാൻ പറ്റൂലല്ലോ. നോട്ട്ബുക്ക് ആർക്കും കൊടുക്കരുത്, അതിൽ മോശപ്പെട്ടത് എഴുതുന്നു പറയാൻ പറ്റൂലല്ലോ. ഇതേപോലെ പേനയ്ക്ക് പകരം ഇറങ്ങിയതുപോലെ ഇറങ്ങിയൊരു സാധനമാണിത്. ഇതിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗങ്ങൾ. ഞാൻ ഇന്നാള് ഗൾഫിൽ വെച്ചിട്ട് നമ്മുടെ മുഫ്തി മെൻസാഹിബിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയിരങ്ങളോടായിരുന്നു എല്ലാ ദിവസവും സംസാരിച്ചത്, പിന്നെ ഇത് വന്നതിന് ശേഷം ഇപ്പൊ ലക്ഷങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഒരു വീഡിയോ തന്നെ 20 ലക്ഷം, 2 മില്യൺ, 3 മില്യൺ, 4 മില്യൺ ആൾക്കാർക്ക് കാണും. അവർ സംസാരിച്ചാൽ ചിലപ്പോൾ ആകെ 10-200 ആൾക്കാരോടായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്, പക്ഷെ അതേപോലെ ദോഷങ്ങളുണ്ട്. പക്ഷെ ഇതിനെ മാറ്റിവെക്കാൻ കഴിയില്ല നമുക്ക്. കാരണം ഇതൊരു ടൂളാണ്, ആധുനിക കുട്ടികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടൂളാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം പിന്നെ ഇത് വന്നപ്പോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, കൊറോണ വന്നപ്പോ എല്ലാവരും ഇവിടെയല്ലേ പഠിച്ചത്. ഇത്ര സാർവത്രികമായിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് കൊറോണയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനത്തതൊക്കെ കൂടുതൽ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അവർക്ക് തോന്നേണ്ടുന്ന തോന്നലുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് ഇൻസ്പിരേഷൻ. അവരെ കൊണ്ട് നിർബന്ധിച്ച് കുത്തിച്ചെലുത്തുന്നതിന്റെ പേര് ഇമ്പോസിംഗ് എന്നാണ്. ഇമ്പോസ് എന്ന് പറയുന്നത് പണ്ട് നടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഉമ്മാനെ ഭയങ്കര പേടിയായിരുന്നു. ഉമ്മൻ്റെ അടുത്ത് വഴക്ക് കിട്ടോ, ഉമ്മൻ്റെ അടുത്ത് അടി കിട്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലതും ചെയ്യാതെ പലതിൽ നിന്നും മാറി നിന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അതല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ഇൻസ്പിരേഷൻ വരണം. ഇൻസ്പിരേഷൻ വന്നാൽ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരും എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? അതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിരേഷനാണ്. അതിൽ നിന്ന് കിട്ടിയ ക്ലാസ്സുകളും, അതേപോലെ തന്നെ ഖുർആൻ ക്ലാസ്സുകളും, സുന്നത്ത് ക്ലാസ്സുകളും, ഹദീസിന്റെ ക്ലാസ്സുകളും, ആ ഇൻസ്പിരേഷൻ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ആകുന്നത്. അല്ലാതെ ഒരിക്കലും ഈ പ്രസ്ഥാനക്കാർ വന്ന് നിങ്ങൾ ഇമ്പോസ് ചെയ്യല്ല. ലോകത്തിലെല്ലാ പ്രസ്ഥാനത്തിലും ആൾക്കാർ നിന്നു പോരുന്നത് ഇമ്പോസിങ്ങിലല്ല, ഇൻസ്പിരേഷനല്ല. അത് പിന്നീട് അതിന്റെ തലപ്പത്തേക്ക് പോകുമ്പോൾ ചില ഇൻസ്പിരേഷന് പകരം ഇമ്പോസിംഗ് ഒക്കെ ഉണ്ടാവും. അതിന്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ കൃത്യമായി ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പദം അറബിയിൽ കൂനു മിസ്ലന എന്ന് പറയലാണ്. എന്താ കൂനു മിസ്ലന എന്ന് പറഞ്ഞാൽ? നീ എന്നെ പോലെ ഐക്കോ എന്ന് പറയാൻ പറ്റണം. അത് എത്ര പിതാക്കന്മാർക്ക് പറയാൻ പറ്റുന്നുണ്ട്? സ്വന്തം മക്കളെ നോക്കിയിട്ട് കൂനു മിസ്ലന, നീ എന്നെ പോലെ ഐക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പോലെ ഐക്കോ എന്ന് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ തരത്തിലേക്ക് എത്തണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന പെർസെപ്ഷൻ, എന്ന കാഴ്ചപ്പാട് സത്യത്തിൽ അവർക്കുണ്ട്.
വിവാഹം കഴിക്കുന്ന സമയത്ത് ചില പെൺകുട്ടികൾ പറയാണ്, എന്ത് ഇപ്പൊ താടിയുള്ള ആളെ എനിക്ക് വേണ്ട എന്ന് ഓപ്പണായിട്ട് കുട്ടികൾ ചിലപ്പം പറഞ്ഞെന്ന് വരും. ഭൗതിക കുട്ടികൾ താടിയുള്ളവരാണെന്ന് പറയുന്നത് വേറെ താടിയാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ പ്രാസ്ഥാനിക ഇസ്ലാമിന്റെ താടി ഉണ്ടല്ലോ, അത് വേണ്ട എന്ന് ചിലപ്പോൾ പെൺകുട്ടികൾ പറയും. എന്തുകൊണ്ടാണ്? കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ താടി വെച്ചവർ, ഞാനടക്കമുള്ളവർ, ഇസ്ലാമികപരമല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ ആയി പോകുന്നുണ്ടോ എന്ന ചിന്തയിൽ. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപാര ക്ഷമയുള്ള, അങ്ങേയറ്റം സഹനശീലനായ എന്ന് നമ്മൾ പറയുകയും നമ്മൾ വീട്ടിൽ പോയാൽ ശുഭിതനായ ഒരാളായി മാറുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് താടിയും വേറെയാണെന്ന് നമ്മളെ മക്കൾ മനസ്സിലാക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ദീനിനാണ് പ്രത്യേകത, കേൾക്കുന്ന ദീനിനല്ല പ്രത്യേകത. അത് ഞാൻ തുടക്കത്തിൽ അത് പറയാനുള്ള കാരണം, വാപ്പ വലിയ പ്രസ്ഥാനിക സുഹൃത്തായി നിൽക്കുകയും പ്രസ്ഥാനത്തിന്റെ വക്താവായി നിൽക്കുകയും വീട്ടിലെത്തുന്ന സമയത്ത് പിതാവ് എന്ന് പറയുന്ന ആള് വളരെ ശുണ്ഠിക്കാരനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളും ആയി മാറുമ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോകും, പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രതീക്ഷകൾ. അപ്പൊ നമ്മൾ മക്കളെ നേരെയാക്കാനുള്ള ചർച്ചകളിൽ ആദ്യം നമ്മൾ ടേൺ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിനെ തന്നെയാണ്. നമ്മുടെ ലൈഫിനെയാണ്. നമ്മൾ പ്രായം ചെല്ലും തോറും ചിലപ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെ പ്രായം ചെന്നവരുടെ വലിയ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗബാൻ റളിയല്ലാഹു തആല ചരിത്രം നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രങ്ങൾ പ്രായം ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ക്ഷുഭിതമായ അവസ്ഥയിൽ ചിലപ്പോൾ ആയത്തുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹാബാക്കളുടെ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ പുതിയ തലമുറകൾ എങ്ങോട്ട് പോകുന്നു? അവരെ വിശ്വാസത്തിന്റെ കണികയിലേക്ക്, വിശ്വാസത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ തന്നെ ആംബിഗ്യൂട്ടീസ് തന്നെ ദ്വയാർത്ഥത്തിലാണെങ്കിൽ സത്യത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുക? ഫോളോ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ എന്ന് നമ്മൾ പറയും. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ അവകാശപ്പെടുന്നു നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് കിട്ടേണ്ടത് നമ്മളിലൂടെയാണ്. എന്റെ പിതാവ് സൗമ്യനാണ്, എന്റെ പിതാവ് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, എന്റെ പിതാവ് ഈ പറഞ്ഞതുപോലെ അല്പസ്വല്പമൊക്കെ അത് കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന്, വിശ്വാസമയെ പോലെ നമുക്കാകാൻ കഴിയില്ലെങ്കിലും അതുപോലെ പോകുന്ന ആളാണെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. അതിന് നമ്മൾ മക്കളുടെ മുമ്പിൽ ഒരിക്കലും ഉരുക്കുമുഷ്ടിയായി നിന്ന് കൊടുക്കരുത്. കുട്ടികൾക്ക് എപ്പോഴും ഒരു റോൾ മോഡലായി നിന്ന് കൊടുക്കണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നിർബന്ധമാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ലോകം ഏതാണോ ആ ലോകം നമ്മൾ അറിഞ്ഞ് ആ ലോകത്തെ പരിചയപ്പെട്ട് ആ ലോകത്ത് നിന്ന് അവരെ തിരുത്തണമെങ്കിൽ ആ ലോകത്തിനെ അംഗീകരിച്ച് തിരുത്തണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അങ്ങനെ പറയുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ, പാരന്റിങ് ആണ് പറഞ്ഞത്. കുട്ടികളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾ നല്ല ഫുട്ബോളിന്റെ ആളെന്ന് വിചാരിക്കും, അവർക്ക് മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നെയ്മറിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ റൊണാൾഡോ ഇഷ്ടമാണ്. നമുക്ക് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമാകണമെന്നില്ല, നമ്മൾ ഈ കളിയും കാണുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ കുട്ടികളുടെ മെന്റാലിറ്റി അതാണ്, കുട്ടികളുടെ മനസ്സ് അവിടെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ലോകമേതെന്ന് നമ്മൾ പരിചയപ്പെടണം. നമ്മൾ അതിൽ മിങ്കിളാവണം എന്നല്ല പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്ന് ഫൈൻ ട്യൂണിങ് നടത്തിയിട്ട് വേണം നമ്മൾ കുട്ടികളെ മാറ്റിയെടുക്കാൻ. അല്ലാതെ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനെന്താ വേണ്ടത്? വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു അവരോധം അവരിലേക്ക് കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇസ്ലാഹി പ്രസ്ഥാനം എന്നും നടത്തി പോന്നിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള ഒരു ചൊവ്വയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വല്ലാത്തൊരു ആഴത്തെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് തിരിയുന്ന, ഞാൻ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കല്ലോ, ബസറയ്ക്ക് ഈത്തപ്പഴം കേട്ടല്ല, എന്നാലും പറയാണ്, എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന ഒരവസ്ഥയിലേക്ക്. അത് ഏറ്റവും കൂടുതൽ വീട്ടിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഈ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മമാര് നല്ലതല്ല എങ്കിൽ പ്രവാചകന്മാരുടെ മക്കളായിട്ട് പോലും തിരിഞ്ഞു പോയത് നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകന്മാരുടെ മക്കളായിട്ട് പോലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനെ ഒരുപാട് പ്രബോധനം നടത്തി അവസാനം കപ്പലിലേക്ക് കയറാൻ പറഞ്ഞിട്ട്, സഹാബി ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടാളാം, എന്നാലും പിതാവിന്റെ കപ്പലിൽ ഞാൻ കയറില്ല എന്ന് മകൻ പറയുന്നു. സാധുവായ ചരിത്രപ്രകാരം ആദ്യത്തെ റസൂലായ, ബാക്കിയൊക്കെ നബിമാരായിരുന്നു എന്നും ആദ്യത്തെ റസൂൽ എന്ന് ഹിസ്റ്റോറിക്കലി ഇസ്ലാമിക ചരിത്രം പറയുന്നത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അറിയപ്പെട്ട പ്രവാചകന്മാർ, റസൂലുകൾ, എല്ലാ മുർസലീങ്ങളും നബിമാരാണ്, എല്ലാ മുർസലീങ്ങളും നബിമാർ, എല്ലാ നബിമാരും മുർസലീങ്ങളല്ലല്ലോ. അതൊരു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും വർഷം പ്രബോധനം ചെയ്തിട്ടും സ്വന്തം മകനെ കിട്ടിയില്ല. കാരണം പറയുന്നത് എന്താ? തഫ്സീർ എടുത്ത് നോക്കിയാൽ നിങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നവരാണ്. അതിൽ പറയുന്ന കാരണം ഉമ്മയുടെ കുതന്ത്രങ്ങളാണ്, ഉമ്മയുടെ കുതന്ത്രങ്ങളാണ്. അഥവാ ഒരു ഉമ്മ അങ്ങനെ ആയതിന്റെ പേരിൽ ഒരു മകൻ
വഴിപിഴച്ചു പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. എന്നാൽ മകനെ നേരാം വണ്ണം കാണാതെ കുട്ടിക്കാലത്ത് കൊണ്ടുപോയി ഇട്ട് അവസാനം എപ്പോഴെങ്കിലൊക്കെ നോക്കി പിന്നീട് അറുക്കാൻ വേണ്ടി പോയിട്ടുള്ള ചരിത്രം അതാണല്ലോ. എല്ലാ സെമിറ്റിക് മതങ്ങളും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. ആളുകൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം, നമുക്ക് നമ്മളെ വിശ്വാസം പറഞ്ഞേ പറ്റൂ. വിമർശിക്കുന്നവർക്ക് യൂട്യൂബിൽ വന്നിട്ട് വിമർശിക്കാം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുസരണയുള്ളവനായി നൽകാം, നിന്ന് തരാമെന്ന് പറയുന്ന മകൻ ഉമ്മയുടെ കാലടിപ്പാടുകളിൽ വളർന്നതാണ്. ആ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് അതാണ് എന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാതാക്കളായ ഓരോ ആളുകളും ഏറ്റവും ശക്തമായ ഒരു അപ്പൊ ഞാൻ പറയുന്നത് മദർ ടങ്ങിലാണ്. മദർ ടങ് എന്ന് പറഞ്ഞാൽ മാതൃഭാഷ എന്നാണ്. എന്റെ ഭാഷയ്ക്കും എന്റെ ഉമ്മാക്കും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവും. കാരണം എന്റെ ഉമ്മയാണ് എന്നെ ഭാഷ പഠിപ്പിച്ചത്, പിതാവല്ല. കാരണം പിതാവ് പ്രവാസിയായിരുന്നു, ഒരുപാട് കാലങ്ങളായി പോയി വരുന്ന പ്രവാസി. പക്ഷെ എന്റെ എല്ലാ ഭാഷയുടെ ചുവകളും ആര് പഠിപ്പിച്ചതാകാം? എന്റെ ഉമ്മ പഠിപ്പിച്ചതാകാം. അതുകൊണ്ടാണ് മദർ ടങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ മാതാക്കളും ശക്തമായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോവുക എന്നത് ആംബിക്വിറ്റീസ് വരുന്നത് എങ്ങനെയാണ്? വിശ്വാസിനിയായ ഒരു മാതാവ് ഹറാമ് ചെയ്യുന്നത് കാണുമ്പോ മക്കൾക്ക് എന്താവും? ദ്വയാർത്ഥം സംഭവിക്കുന്നു മനസ്സിന്റെ ഉള്ളിൽ. ഉമ്മ അങ്ങനെയാണോ, ഉമ്മ ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ചു പോവാണ്. വിശ്വാസിയായ ഒരു പിതാവ് അതും ചെയ്യുന്നു ഇതും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ പ്രവാസികളാണ്, നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മൾ 24 മണിക്കൂറും അള്ളാഹുവിനനുസരിച്ചും, അതായത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് നടന്നും പള്ളിയിൽ പോയി 5 നിസ്കരിച്ചും നമ്മൾ നടക്കുമ്പോ, ആ നടക്കുന്ന സമയത്ത് നമ്മൾ നല്ല മനുഷ്യരാവുകയും കച്ചവടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ചില രീതിയിലുള്ള കളികളൊക്കെ കളിക്കുന്നു എന്ന് മക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഈ മക്കൾ നല്ല പുതിയ തലമുറയിലെ കുട്ടികൾ ഇതിനൊന്നും നിൽക്കൂല കേട്ടോ. എത്ര നിങ്ങൾ സാലറി കൊടുക്കാന്ന് പറഞ്ഞാലും അനീതിയിൽ നിൽക്കാത്ത കുട്ടികൾ അന്നത്തെ തലമുറ. അവർക്ക് വേണ്ടത് പ്രസ്റ്റീജാണ്. പുതിയ കുട്ടികളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അവരുടെ വാപ്പയുടെ അടുക്കൽ എന്തെങ്കിലും ഒരു ലെവലേശം ചായ്വ് വരുന്നു വേറെള്ളതിലേക്ക് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ വാപ്പയുടെ മനസ്സിലുള്ള അവന്റെ സ്ഥാനം ഉണ്ടല്ലോ, അത് വല്ല പടിയിറങ്ങി പോകും. പിന്നെ വാപ്പയെ അനുസരിക്കാൻ ഒരു കഴിയില്ല. അതുകൊണ്ട് നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നതാണ്. ഞാൻ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വരാം. അഥവാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ട്. സൂറത്ത് മുജാദില ഇറങ്ങാനുള്ള സംഭവങ്ങൾ, ആ പശ്ചാത്തലം, ആദ്യത്തെ വാക്കുകൾ, അതൊക്കെ ചിലപ്പോൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് വട്ടം കേട്ടതാണ്. പക്ഷെ അതിൽ പറയുന്ന ഒരു വാക്ക് പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു എന്നതാണ്. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല വരുന്നു റസൂലുള്ളാഹിയുടെ അടുക്കൽ. എന്നിട്ട് പറയുന്നു, എന്നെ എന്ത് ചെയ്യുന്നു? ഹസ്സാൻ ബിൻ സാമിത്ത് റളിയല്ലാഹു തആല ഭർത്താവാണ്, അതുകൊണ്ട് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, ലിഹാർ ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്നു. ലിഹാർ ചൊല്ലിയത് സത്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വരിക. കാരണം കുറെ മക്കളാണ്, ആ മക്കൾ അനാഥമായി പോകുമോ എന്നുള്ള വല്ലാത്തൊരവസ്ഥയിലാണ് സ്വന്തം ഭർത്താവിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഭാര്യ വരുന്നത്. ആര്? ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ. അതിന്റെ തഫ്സീറിൽ കാണുന്ന പേരതാണ്. ഈ ഖൗല റളിയല്ലാഹു തആല വന്നിട്ട് ചോദിക്കുന്നത്, ലിഹാർ ഇസ്ലാമിൽ അനുവദനീയമാണോ? റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താണ്? പഴയ കാലത്തുള്ളതാണ്, ഒക്കെ ശരിയാണ്, പക്ഷെ വഹി വന്നിട്ടില്ല. റസൂലുള്ളാഹി അതിന്റെ അറിയിപ്പ് വരാത്തത് കൊണ്ട് പഴയത് പ്രകാരം നിങ്ങൾ എന്തായിരിക്കുന്നു, വേർപെട്ട് പോയിരിക്കുന്നു എന്നൊരു സൂചനയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് ഇത് ദിഹാറില്ലേ, ഇത് തലാഖല്ലല്ലോ, ഇസ്ലാമികപരമായിട്ട് ഇത് ശരിയാക്കുമോ എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. ആ തർക്കിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ നിൽക്കാൻ, അവസാനം പ്രതീക്ഷയോട് കൂടിയുള്ള മറുപടി കിട്ടാതെ വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോവാൻ. ആയിഷ റളിയല്ലാഹു തആല സഹീഹ് ബുഖാരി റളിയല്ലാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല കണ്ടോണ്ട് നിൽക്കാണ് ആ പാവം സ്ത്രീ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി ആകാശത്തേക്ക് നോക്കി എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായത്. അല്ലാഹുവേ, നീ മതി എനിക്ക്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പോലും നല്ലൊരു മറുപടി കിട്ടിയില്ല. കാരണം വഹി വരാത്തത് കൊണ്ട് എന്തെങ്കിലും സംസാരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നു പോവാൻ ആ സമയത്ത് പൂർണ്ണമായും തിരിഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം എന്താ? അവിടെ ഏറ്റവും പ്രധാനമായി അല്ലാഹു പറയുന്നത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിനെ കുറിച്ച് നിങ്ങളോട് തർക്കിച്ച ആ പാവം പെണ്ണിന്റെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേൾക്കുമെന്നല്ല, ഫ്യൂച്ചർ അല്ല പറയുന്നത്, കേട്ടിരിക്കുന്നു. ഈസ് ഓൾറെഡി ഹിയർഡ്.
ആൾറെഡി ഞാൻ അത് കേട്ടിരിക്കുന്നു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. അവർ സമ്പൂർണ്ണമായും ആവലാതി പറഞ്ഞത് അല്ലാഹുവിനോടാണ്, വേറെ ഒരാളിലേക്കും തിരിഞ്ഞില്ല. ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോലും തിരിഞ്ഞില്ല. അവർ പൂർണ്ണമായും ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി, അല്ലാഹു മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. വതഷ്തകി ഇലല്ലാഹ്, പരിപൂർണ്ണമായും അവർ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു എന്നാണ്. ബാക്കി ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്തുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. ഉമർ റളിയല്ലാഹു തആല നടന്നപ്പോഴാണ്, ഉമർ റളിയല്ലാഹു തആല ഖലീഫയാണ്. ആ സമയത്ത് ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് മുമ്പിൽ നിൽക്കുന്നു. സഹാബാക്കളെ മുഴുവനും തെരിച്ചു നിൽക്കാണ്. സഹാബാക്കളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു തആല വിളിച്ച പേര് തന്നെ ഉമൈറേ എന്നാണ്. ഉമർ റളിയല്ലാഹു തആല കുഞ്ഞു ഉമറ എന്ന് വിളിക്കാനുള്ള പേരായിരുന്നു ഉമൈർ. പണ്ടത്തെ കാലത്ത് അന്നത്തെ ആളുകൾ വിളിച്ചിരുന്ന പേരാണ് കുഞ്ഞോനെ, കുഞ്ഞുട്ടി എന്നൊക്കെ വിളിക്കുന്ന മാതിരി ഉമൈറേ എന്നുള്ള വാക്ക്. അപ്പൊ തന്നെ ആളെ മനസ്സിലായി ഉമർ റളിയല്ലാഹു തആല നിൽക്കാണ്. എന്നിട്ട് ഈ സഹാബാക്കൾക്ക് ചെറുതായ അരിശം വന്നു. കാരണം ഖലീഫയാണ്. A single spiritual dominion and 20 physical kingdoms, 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തിയാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല. 20 രാജ്യങ്ങൾ ഭരിക്കുന്ന സമയത്താണ് ഈ പാവം സ്ത്രീ വന്നിട്ട് നിൽക്കുന്നത്. അത്രയും പണിയുണ്ട്, അത്രയും ഉദ്യോഗമുണ്ട്, അത്രയും തിരക്കുണ്ട്. എന്നിട്ടും തടഞ്ഞു നിർത്തിയിട്ട്, എനിക്ക് നിങ്ങൾ അറിയാം, നിങ്ങൾ ഉക്കാള ചന്തയിൽ ഒട്ടകത്തെ മേഞ്ഞു നടന്നിരുന്ന ബാല്യകാലം എനിക്ക് ഓർമ്മയുണ്ട്. കാലങ്ങൾക്ക് ശേഷം എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു പേരിട്ട് അൽ ഫാറൂഖ് എന്ന്, അന്നും എനിക്ക് നിങ്ങളെ അറിയാം. പിന്നെ നിങ്ങളൊരു ഖലീഫയായി മാറി, ഇപ്പോഴും നിങ്ങളെ എനിക്കറിയാം. പക്ഷെ പാവങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പാവങ്ങളോടൊപ്പമായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ തിരക്ക് നിങ്ങൾ പാവങ്ങളെ മറന്നേക്കരുത് എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോ പാവം യുവാക്കളായ സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, മാറി നിൽക്കൻ, നിങ്ങൾ എന്താ ഇങ്ങനെ, ഇവര് ആരാന്ന് നിങ്ങൾക്കറിയില്ല, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യുന്ന ആളാണ് ഉമർ റളിയല്ലാഹു തആല, അതുകൊണ്ട് മാറി നിൽക്കൻ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, മാറ്റല്ലേ, അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹി എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയ ആകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് ഞാൻ ഇതാ കേട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് മുജാദലയുടെ തുടക്കത്തിലെ ആയത്തിന്റെ കാരണക്കാരിയായ ഖൗല ബിൻത് തഅലബ റളിയല്ലാഹു തആലയാണ് ഇത്. അതുകൊണ്ട് ഒരിക്കലും അവരെ മാറ്റല്ലേ, എന്റെ അല്ലാഹു കേട്ടു നിന്ന ശബ്ദമാണ്. അതുകൊണ്ട് ഈ പാമരനായ ഉമറങ്ങനെ പിന്നെ ഇത് കേൾക്കാതിരിക്കുമെന്നാണ് ഉമർ റളിയല്ലാഹു തആല കൊടുത്ത മറുപടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാരണമാണ് ഖൗല ബിൻത് തഅലബ റളിയല്ലാഹു തആലയെ വിശുദ്ധ ഖുർആൻ ഉമർ റളിയല്ലാഹു തആല എല്ലാവരും ആദരിക്കാനുള്ള കാരണം, പരിപൂർണമായും അല്ലാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു എന്നതാണ്. വേറെ ആരിലേക്കും തിരിയാൻ നിന്നില്ല എന്നതുമാണ്. തഫ്സീറുകൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ധാരാളം ഉലമാക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഒരു ചെറിയ നിർദ്ദേശം പോലെ നിങ്ങളോട് പറയാണ്. എന്ന് പറഞ്ഞാൽ തൗഹീദിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നന്നായി പഠിച്ചവരാ നിങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഈ അയളകാത്ത വസ്തുക്കളിൽ നിന്നുള്ള മോചനമാണ് എന്നതാണ്. ഗൈറ മുതഹർരിക് എന്നാണ് അതിന് പറയുക. ചലിക്കാത്ത വസ്തുക്കളിൽ നിന്ന് മോചനം വേണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ ചലിക്കാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? അഥവാ വിഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഇത്തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും മുക്തമായി നിൽക്കുക എന്നതാണ്. മറ്റൊന്ന് മുതഹർരിക്കാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് വല്ലാണ്ട് മനസ്സിലാകില്ല. മുതഹർരിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അഥവാ ഇളകുന്ന വസ്തുക്കളിൽ നിന്നുള്ള മോചനം എന്നതാണ്. സമ്പത്ത് ഇളകുന്നതാണ്, അധികാരം ഇളകുന്നതാണ്, സ്വർണം ഇളകുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു വിഗ്രഹം ഇവിടെ കാണിച്ചിട്ട്, സ്വർണത്തിന്റെ വിഗ്രഹം കാണിച്ചിട്ട്, ഈ വിഗ്രഹം കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നമ്മൾ പറയുന്നില്ല, നടക്കില്ല എന്ന്. കാരണം അതെന്ത് മാത്രമാണ്? ഒരു വിഗ്രഹം മാത്രമാണ്. അതേ വിഗ്രഹത്തിനെ അടച്ചു പരത്തി ബിസ്ക്കറ്റുകളാക്കി ആക്കി അതേ വസ്തുവിനെ നിങ്ങളുടെ മുമ്പിലാക്കി തന്നാൽ നമ്മൾ ഓരോരുത്തരും പറയും അതുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുമെന്ന്. അവിടെ മുതഹർരിക്കിൽ നിന്നുള്ള വിശ്വാസം നമുക്ക് പോയി. പക്ഷെ മുതഹർരിക്കിൽ നിന്നുള്ള വിശ്വാസം നമുക്ക് പോയിട്ടില്ല. മുതഹർരിക് എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ്, വസ്തുക്കൾ ചലിക്കുന്നതാണ്, വ്യക്തികൾ ചലിക്കുന്നതാണ്, അധികാരം ചലിക്കുന്നതാണ്, വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം ചലിക്കുന്നതാണ്. ഈ ചലിക്കുന്നതിൽ നിന്നുള്ള ആ മോചനം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അഗ്നിയെ നോക്കിക്കൊണ്ട് ഇല്ല നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭയപ്പാടുണ്ടെങ്കിലും എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന് ചലിക്കുന്ന വസ്തുവിനെ നോക്കിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ചലിക്കാത്തത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ മനസ്സിൽ നിന്ന് മാറ്റി. പക്ഷെ ചലിക്കുന്ന നമ്രൂദിന്റെ അധികാരമുണ്ട്, സൈന്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊരിക്കലും മാറി നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് അന്നത്തെ ജനതയ്ക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് മാറി നിൽക്കാൻ പറ്റി എന്നതാണ്. ആ സമയത്താണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. വന്നിട്ട് പറയുന്ന വാക്കെന്താണ്? ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ആളാണ്.
അപ്പോഴും മാറ്റി നിർത്തുകയാണ്. അഥവാ ഗൈറു മുത്തഹരിക്കിനെയും മാറ്റി നിർത്തി, മുത്തഹരിക്കിനെയും മാറ്റി നിർത്തി. പിന്നെ മാറ്റി നിർത്തുന്നത് മുഖറബിനെയാണ്. ഇവിടെ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. മാറി നിൽക്കാൻ പറയണം ആരോട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട്. കാരണം നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ഇവിടെ പിന്നെ നമുക്ക് വേറെ കുറെ തർക്കങ്ങളുടെ ആവശ്യമില്ല. മനുഷ്യനിലേക്ക് തിരിയണോ, ജിന്നിലേക്ക് തിരിയണോ, അതോ മരത്തിലേക്ക് തിരിയണോ എന്ന് 100 കൂട്ടം ചരിത്രങ്ങളും സംഭവങ്ങളും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് നോക്കണം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറ്റി നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. അതൊരു കവിതയായിട്ട് വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഏ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്ക് വികാരമില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളെയും മാറ്റി നിർത്തിയില്ലേ? എനിക്ക് എന്റെ അല്ലാഹു മാത്രം മതി എന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് നിങ്ങൾക്കും ഒരു വികാരം വന്നില്ലയോ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ സംഭവം കവിതയാണെങ്കിൽ പോലും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പോലും അന്തിച്ചു നിന്ന സമയമായിരുന്നു. ആ സമയം അന്നു മുതലാണ് ഖലീലായത്, അഥവാ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്നത്. നമ്മുടെ തൗഹീദ് അങ്ങനെയായിരിക്കണം. ഞാൻ നിങ്ങളുടെ തൗഹീദ് പഠിപ്പിക്കുകയല്ല. അഥവാ വസ്തുക്കളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ശക്തികളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും മുക്തി നേടി എനിക്ക് എന്റെ അല്ലാഹു മാത്രം മതി എന്നതാണ്. ഒരു വിഷയം വരുന്ന സമയത്ത് മലക്കാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വന്നാൽ പോലും ആ സമയത്ത് പോലും അങ്ങോട്ടല്ല നമ്മൾ തിരിയേണ്ടത്, അല്ലാഹുവിലേക്ക് മാത്രമാണ്. ഹസ്ബി അല്ലാഹ്. ഈ ഒരു തൗഹീദിനെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹം പോലെ അവിടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങും. അല്ലാതെ ഏതെങ്കിലും കേവലമായി ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ലെവലുള്ള തൗഹീദ് നമ്മുടെ കുട്ടികളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരത് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ. ഇത് എന്റെ അഭിപ്രായമല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത്, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ സിഫത്തായി അള്ളാഹു പറയുന്നു, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തമായി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതാണ്. ഹുബ്ബൻ ലില്ലാഹ് എന്നാ പറഞ്ഞത്. ഹുബ്ബ് എന്ന വാക്കിന് ഫിലോസഫിക്കലി ഒരു അർത്ഥമുണ്ട്. ഓരോ പദങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ശരിക്കും, ഇത് റെക്കോർഡിൽ നിന്നൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ 1-2 സ്ഥലത്ത് ചോദിച്ചതാണ്, എന്നാലും എന്താ ശരിക്കും വേദന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ഒരുപാട് പറയാറുണ്ട്, എനിക്ക് നന്നായി വേദനിച്ചു. ശരീരത്തിന്റെ വേദനയുണ്ട്, മനസ്സിന്റെ വേദനയുണ്ട്. ശരീരത്തിന്റെ വേദന വേദനിക്കുമ്പോഴത്തേക്കും മനസ്സിന്റെ വേദന കുറച്ചും കൂടി ശക്തി അല്ലേ? കാരണം നമ്മൾ ഒരാൾ ഒരു അടി അടിച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂറോടെ അതിന്റെ പെയിന് പോകും. പക്ഷെ അത് മനസ്സിനേറ്റ അടിയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും മാഞ്ഞൂല. ആ വേദനയുടെ അർത്ഥം എന്താ? ഒന്ന് പറഞ്ഞു നോക്കി. വേദന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊന്നൊന്ന് പഠിക്കാം. അതിനൊരു കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. വേദം പ്ലസ് ന, അതാണ് വേദന. വേദം എന്ന് പറഞ്ഞ അറിവ്, ന എന്ന് പറഞ്ഞാൽ ഇല്ല, അറിവില്ല എന്നാണ് വേദന എന്ന് പറയുന്ന അർത്ഥങ്ങൾ. ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലി ഒന്ന് പോയിട്ട് എടുത്തു നോക്കി. വേദം പ്ലസ് ന, അഥവാ ഒരു മരുമകളെ വേണ്ട രീതിയിൽ അമ്മായി മാറിയില്ലെങ്കിൽ ആ മരുമകൾ ഒരുപാട് വേദനിക്കേണ്ടി വരും. മനസ്സിലായോ? ഒരു പ്രസ്ഥാന ബന്ധുവിനെ ഒരു പ്രസ്ഥാന ബന്ധു അറിയുന്നില്ലെങ്കിൽ, അയാളുടെ പെയിൻ അറിയുന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് കുറെ വേദനിക്കേണ്ടി വരും. ഈ ലോകത്തിലെ എല്ലാ വേദനയും വരുന്നത് അറിവില്ലായ്മയിലൂടെയാണ്. മനസ്സിലായോ? അതിന് പറയുമ്പോൾ തോന്നരുത്, ഓരോ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വേദന പോലും വരുന്നത് അവരറിയാത്തത് കൊണ്ടാണ്. ഞാൻ വിശാലായിട്ട് പറയണല്ലോ, അവരെ അറിയാത്തത് കൊണ്ടാണ്. അവരറിയാൻ ശ്രമിച്ചിട്ടും അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അറിയാത്ത ആൾക്കാരെ പറ്റി ഓരോരോ അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാം, യൂസുഫ് അലി സാഹിബ് ആ ചെയ്യുന്നത് ശരിയല്ല. ഏത് ശരിയല്ല? നമുക്ക് യൂസുഫ് അലി സാഹിബിനെ അറിയില്ല, മുമ്പ് ചെയ്യുന്നത് അറിയില്ല, അത് പറയുന്നേ. അപ്പൊ അയാൾ അറിയാത്തത് കൊണ്ട്, അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ട് അന്നാസു അഅദാഉ മാ ജഹലു എന്നൊരു ചൊല്ലുണ്ട്. അന്നാസു അഅദാഉ മാ ജഹലു. മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ടോപ്പായിട്ട് ഹിന്ദി പറഞ്ഞോണ്ടിരിക്കുക. പഴയ പ്രവാസികളല്ല, എന്തായാലും ഹിന്ദി അറിയല്ലോ, നല്ല ഉഷാറായിട്ട് പറയും. എനിക്ക് തീരെ അറിയില്ല വിചാരിച്ചോളി. ഞാനാണ്ട് കയറി വന്നപ്പോൾ നിങ്ങൾ ഹിന്ദി അങ്ങനെ പറയുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളൊരു ഹിന്ദിയും കൂടി എന്നറിയും. കാരണം അന്നാസു അഅദാഉ മാ ജഹലു, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. എനിക്ക് ഹിന്ദി നിങ്ങളെക്കാളും അറിയാന്ന് വിചാരിച്ചോളൂ. ഞാൻ കൂടിയാണ്ട് പറയുന്നത് പറയാൻ പറ്റൂല. കാരണം മനുഷ്യൻ അവൻ അറിയുന്നതിന്റെ മിത്രവും അറിയാത്തതിന്റെ ശത്രുവുമാണ്. രണ്ടാൾക്കാർ ടോപ്പായിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിനോട് വെറുപ്പുണ്ടാവും. മനസ്സിലായി? ഓരോട് വെറുപ്പുണ്ടാവും. രണ്ടാളടക്കാൻ ഒരു ഇംഗ്ലീഷ് നമ്മൾ പറയും. ഈ ലോകത്തിൽ വേദനകൾ ഉണ്ടാകുന്നത് പരസ്പരം അറിയാത്തത് കൊണ്ടാണ്. വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ അറിയില്ലെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും.
എല്ലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മക്കളാണെന്നുള്ള അറിവ് നമുക്കുണ്ടല്ലോ. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന അറിവ് നമുക്കുണ്ടല്ലോ. ഇപ്പൊ മുങ്ങി മരിച്ച ഒരു കൂട്ടുകാരനെ 11 ദിവസമായിട്ട് തപ്പുമ്പോ ആ കൂട്ടുകാരൻ ഏത് ജാതി ഏത് മതക്കാരനാകട്ടെ, നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണേ. അതൊരു വല്ലാത്തൊരു ആ ഒരു വിശാലത എല്ലാവരിലേക്കും നമുക്കുണ്ടാകും, എല്ലാവരോടും നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ ആ ഒരു രീതിയിൽ, ഞാൻ പറഞ്ഞു വന്നത് വേറെ ഇതിന്റെ ഒരു അർത്ഥം ചോദിച്ചതാണ് ഇതിന്റെ മുമ്പ്. എന്താണ് വേദന അല്ല, അതിന് മുമ്പെന്തോ പറഞ്ഞിട്ട് വേദനയിലേക്ക് വന്നത് ആരാ ഓർക്കുന്നില്ല? ലോകത്തിൽ നാവിൽ നിന്ന് ജനിക്കാത്ത ഏക സ്നേഹപദം അറബിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഭാഷാ പണ്ഡിതന്മാരുടെ വിലയിരുത്തൽ. ലവ് എന്ന് പറഞ്ഞാൽ എല്ലെന്നെ തുടങ്ങുന്നത് നാവുമെന്നാണ്. പ്യാർ അവസാനിക്കുന്നത് അവിടെയാണ്. പിന്നെ പ്രേമം, സ്നേഹം, ഇതൊക്കെ നാവളകുണ്ട് അല്ലേ? പ്രണയം. പിന്നെ ഏതിലേക്ക് നിങ്ങൾ ചുറ്റുക, ഏതിലേക്ക് പോയാലും നാവളകും. പക്ഷെ അറബിയിൽ അള്ളാഹു ഉപയോഗിച്ചതിൽ ഹാ വരുന്നത് ഇവിടെയാണ്, ബ അവസാനിക്കുന്നത് ഇവിടെയാണ്. അറബി ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന സാധനം ഹാ വരുന്നത് ഇവിടെയാണ്, ബ അവസാനിക്കുന്നത് ഇവിടെയാണ്. നാക്കിൽ നിന്നൊരു അക്ഷരവും ജനിക്കുന്നില്ല. സ്നേഹിക്കുന്നവൻ എന്ന് പറയാൻ ഹബീബ്, നാവിൽ നിന്ന് ജനിക്കുന്നില്ല. ഹാ ഇവിടെയാണ്, ബീബ് എന്നാണ്. സ്നേഹിക്കപ്പെടുന്നവൻ എന്ന് പറയാൻ മെഹബൂബ് എന്നാണ്. അപ്പോഴും അക്ഷരങ്ങളെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാവും, അക്ഷരം ഒന്നും നാക്കിൽ നിന്ന് മെഹബൂബ്. സ്നേഹിക്കപ്പെടുന്നവൾ എന്ന് പറയാൻ മെഹബൂബ എന്നാണ്. ഇതിനൊന്നിനും നാവുന്ന ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നുണ്ട്, നാക്കിൽ നിന്ന് പോലും ആ വാക്കിനെ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ വാക്കിൽ നിന്ന് നാക്കിനെയും എടുത്തു കളഞ്ഞു. അതിന്റെ പേരാണ് സ്നേഹം. അഥവാ സ്നേഹം എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയലല്ല, പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കലാണ്. മവദ്ദത്തും റഹ്മ എന്ന് പറയുന്നത് അവിടെയാണ്. പരസ്പര സ്നേഹമുണ്ടാകല. നമ്മുടെ മക്കൾ നല്ല അന്തരീക്ഷത്തിൽ വളരണോ, ഞാൻ നീട്ടിപ്പരത്തി പറയല്ലോ, വളരണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യം നമ്മുടെ വീട്ടിൽ തൗഹീദിന്റെ അലയൊലി ഉണ്ടാകണം. കാലങ്ങൾ കുറെ മാറി, നമ്മൾക്ക് ഒരുപാട് ഗോസിപ്പുകളിലേക്ക് എത്തി, നമുക്ക് കുറെ സ്വത്തുക്കളും കുറെ എന്തൊക്കെയോ ആയി. ആ സമയത്തും ഈ കാണുന്ന തൗഹീദിന് എതിരായ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നടക്കുന്നുവെങ്കിൽ പിന്നെ ആ സ്വത്ത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അദ്ദുന്യ ജീഫത്തുൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ ജീഫയാണ്, ശവമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദുന്യ മൽഊന, ദുനിയാവെന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഹദീസുകളെയും കോർത്തിണക്കിക്കൊണ്ട് അതിന്റെ വിശദീകരണത്തിൽ വരുന്നത് എന്താണെന്നറിയോ? ഇത് എപ്പോഴാ ജീഫയും മല്ലൂനയും ആകുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ പൂർത്തീകരിക്കാതെ ഈ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം മൽഊനയാണ്, എല്ലാം ജീഫയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിലൂടെ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ അതൊന്നും ജീഫയല്ല, അതൊന്നും മൽഊനയുമല്ല എന്നാണ് അതിന്റെ വിശദീകരണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വീട് ചിലതിന്റെ അന്തരീക്ഷമാണ്. മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രദേശം അല്ലേ? ആണോ? മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്ന് വെള്ളം കുടിക്കുന്നു, ഇപ്പൊ ഇങ്ങനെ ഒന്ന് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. മഹല്ല് ഹല്ല എന്ന് പറഞ്ഞാൽ കെട്ടഴിക്ക. ഓക്കെ, അതിന് വേറെ നല്ലൊരു അർത്ഥം കൂടിയാണ്. മഹൗൽ എന്ന് പറയുന്നത് എന്താ? മഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം. എന്താണ് അന്തരീക്ഷം? മഹൗൽ. മഹൗൽ എന്ന് പറയുന്ന സാധനത്തിന്റെ മറ്റൊരു പ്രയോഗമാണ് മഹല്ല് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഉണ്ടാക്കലാണ്. ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നല്ലൊരു ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കുന്നതിന്റെ പേരാണ് മഹല്ല്. അങ്ങനെ ഒരു മഹല്ല് ഉണ്ടായാലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുക. കുറേ മഹല്ലുകൾ ഉണ്ടാകുമ്പോൾ 1500 മഹല്ലുകളുടെ ഒരു സംഗമം വരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്, കൊല്ലത്ത് വെച്ച്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറെ മഹൽ, തൃശ്ശൂർ ജില്ല മുതൽ തിരുവനന്തപുരം മഹല്ല് വരെ 1500 ഉണ്ടെന്ന് അവർ പറഞ്ഞേ. എനിക്ക് സംസാരിക്കാൻ നമ്മളെ വിളിച്ചിട്ടില്ല. അല്ലാഹു അഅലം എങ്ങനെയൊക്കെ സംസാരിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു വരുന്നത് മഹൗൽ എന്ന് പറഞ്ഞാൽ അതാണ്, മഹല്ല് എന്ന് പറഞ്ഞാൽ അതാണ്. മഹല്ലിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മുടെ വീട്ടിൽ നടപ്പിലാക്കണ്ടേ? നമ്മുടെ വീട്ടിൽ ചില അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അധിക സമയമില്ല. ഒന്നാമത്തെ അന്തരീക്ഷം തൗഹീദിന്റെ അന്തരീക്ഷമാണ്. അത് നമ്മൾ അവകാശപ്പെടൽ വേറെ, അന്തരീക്ഷം വരല് വേറെ.
പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇന്ന തറവാട്ടിലെ ആളാണെന്ന് അവകാശപ്പെടൽ വേറെ, ആ തറവാട് മഹിമ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. പറഞ്ഞ മനസ്സിലായോ? തറവാട് വേണോ വേണ്ട അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ പറഞ്ഞു നടന്നാ പോരാ തൗഹീദ് തൗഹീദ് തൗഹീദ്. ഖുർആനിൽ തൗഹീദ് എന്ന വാക്കില്ല. ഇയാൾ എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ അൽബക്കറ മുതൽ സൂറത്ത് നാസ് വരെ തൗഹീദ് എന്നൊരു വാക്ക് കാണിച്ചല്ലോ. നിങ്ങൾ ഓർത്ത് പറയും ഇല്ല. ആരെങ്കിലും ഒരു ആയത്തൊന്ന് ഒതുക്കട്ടെ. തൗഹീദ് എന്നുള്ള വാക്ക് വരണം. ആദ്യം തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്ത് അബ്രാഹത്തിനെ എവിടെ? തൗഹീദ് എന്നുള്ള വാക്ക് എവിടെ? ഇല്ല. അവിടെ ഇരിക്കേ, ജംഷയോടെ ഇരിക്കേ. തൗഹീദ് എന്നുള്ള വാക്ക് ഖുർആനിലില്ല. ഇറ്റ്സ് ടെക്നിക്കൽ ടേം. നിങ്ങളിങ്ങനെ പറയുമ്പോൾ എന്നോടൊന്നും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അള്ളാഹു തൗഹീദ് എന്നുള്ള വാക്ക് പറയാതെയാണ് തൗഹീദ് പറഞ്ഞത്. കേൾക്കുന്നുണ്ടാ? കാരണം തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടേമാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ ഞാൻ സ്കോളേഴ്സിനോട് ചോദിച്ചിട്ട് അവിടെ സംസാരിക്കണം. കേരളത്തിലെ സ്കോളേഴ്സിനോട് അൽഹംദുലില്ലാഹ് ഞാൻ ചോദിക്കലുമില്ല. കാരണം ഇവിടെ ഉള്ള അത്ര തർക്കം വേറെ അവിടെ ഇല്ലാത്തതുകൊണ്ട്. തൗഹീദ് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എനിക്ക്. എന്നാൽ ആ സ്കോളർ നമുക്ക് തിരുത്താൻ. തൗഹീദ് എന്ന വാക്ക് ഒരു ടെക്നിക്കൽ ടൈമാണ്. അതുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്ന ഹദീസിലുണ്ട്. ഖുർആനിൽ തൗഹീദ് എന്ന് പറയാതെയാണ് അള്ളാഹു തൗഹീദ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിറ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ അഹദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞ വാക്കിന് ശരിക്കും കേൾക്കണം. തൗഹീദ് എന്ന വാക്ക് ഖുർആനിലില്ല. അഹദ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അഹദിനെ വിശദീകരിക്കലാണ് തൗഹീദ്. അവിടെ തൗഹീദ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തൗഹീദ് ആകൂല നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ തൗഹീദ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? തൗഹീദ് എന്നുള്ള വാക്ക് 100 വട്ടം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് തൗഹീദ് ആകണം എന്നില്ല. തൗഹീദാണ് പറയുന്നത്. തൗഹീദ് പറയണമെങ്കിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ് ആയത്തുൽ കുർസിനെ നമ്മൾ അങ്ങേയറ്റം വിശദീകരിച്ചേ പറ്റൂ. അപ്പോഴേ തൗഹീദ് ആകും. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന് പറയുന്നതിൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുന്നതിനെ വിശദീകരിച്ചേ പറ്റൂ. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദ് എന്ന വാക്ക് മാത്രം 1000 വട്ടം പറഞ്ഞാൽ അത് തൗഹീദ് ആകില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഫിലോസഫി ആളുകളിലേക്ക് കൊടുക്കാനുള്ള ടെക്നിക്കൽ ടൈമാണ് തൗഹീദ്. അതുകൊണ്ട് നമ്മൾ തൗഹീദേ പറയാവൂ, തൗഹീദേ പറയാവൂ. തൗഹീദ് എന്ന് പറയണമെന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? നമ്മളത് വിവാദത്തിൽ കൊണ്ടുവരുന്നില്ല. തൗഹീദേ പറയാവൂ. തൗഹീദ് എന്ന് പറഞ്ഞല്ലേ എന്നാ ഞാൻ പറഞ്ഞത്. കാരണം അല്ലാഹു അല്ലേ ഖുർആനൊക്കെ പഠിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം. തൗഹീദേ പറയാവൂ. പക്ഷെ തൗഹീദ് എന്ന് പറയണമെന്നില്ല. കാരണം തൗഹീദ് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. ഇതെന്റെ വാക്കല്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ സ്കോളേഴ്സിനോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ എന്റെ സംശയങ്ങളൊക്കെ സ്കോളേഴ്സിനോട് ചോദിക്കല. നമ്മൾ വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാവാൻ ഞാൻ ഇപ്പോഴത് പഠിച്ചുകൊണ്ടിരിക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തൗഹീദ് വളരെ ശക്തമാകണം. അവിടെ വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം നമുക്ക് നേരെ വന്നാലും ഹസ്ബി അല്ലാഹ് എന്ന് പറയണം. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നറിയോ? നമ്മൾ ഇപ്പോൾ കാണാത്ത അണു മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ ഏറ്റവും വലിയ മാലാഖ വലിപ്പം കൊണ്ട് എന്ന് വിശ്വാസം നമ്മളെ അറിയിച്ചത് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നറിയിച്ചത്, ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മൂടിപ്പോയി എന്നറിയിച്ചത്, ഇതൊക്കെ സഹിയായ ഹദീസുകളാണ്. അത്രയും ഭീമാകാരമായ മലക്ക് വരെ വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് ഒരു ശക്തിയുമില്ലെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ തൗഹീദ് ശക്തമാകുന്നത്. അള്ളാഹു കൊടുത്തതല്ലാതെ ഒന്നുമില്ല. അവരും സംപൂജ്യരാണ്. അള്ളാഹു പിൻവലിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വസ്തുക്കളും വ്യക്തികൾ. വസ്തു എന്ന് പറഞ്ഞാൽ ഏതാ? ആകാശം ഒരു വസ്തുവാണ്. ഈ കാണുന്ന മണ്ണും ഈ മേശയും ഈ മൈക്കും ഈ കാണുന്ന സ്പീക്കറും എല്ലാം വസ്തുക്കളാണ്. വസ്തുക്കൾക്കും ഒരു ശക്തിയില്ലെന്ന് വിശ്വസിക്കലാണ്. വസ്തുക്കൾ വ്യക്തികൾ, പിന്നെ ശക്തികൾ. മണ്ണൊരു ശക്തിയാണ്, വായു ശക്തിയാണ്, വെള്ളം ശക്തിയാണ്. അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസും ശക്തികളാണ്. ഈ
ശക്തികൾക്കും ശക്തിയില്ലെന്ന് വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ശക്തികൾക്ക് ശക്തി ഇല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിന് ശക്തിയില്ലെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ആ തീക്ക് പോകാൻ കഴിഞ്ഞത്. അതായത് ബുദ്ധി വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം ചാടണ്ട, നീ ചാടരുത്, കാരണം അത് അഗ്നിയാണ്. പക്ഷെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അത് കരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ കരിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ തൗഹീദിനെ മാറ്റാൻ നമുക്ക് പറ്റണം. വസ്തുക്കളും വ്യക്തികളും ശക്തികളും കഴിഞ്ഞാൽ പിന്നെ അവസ്ഥകളാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭരണമുള്ള അവസ്ഥ, അതല്ലാത്ത അവസ്ഥ. ഇത് കുട്ടികളിലേക്ക് അതിശക്തമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിശക്തമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റണം. മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനേക്കാൾ അപ്പുറത്ത് 1000 കോടി മടങ്ങ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ അവർ പഠിക്കണം. ആ സ്നേഹം നമ്മൾ കൊടുക്കണം. അഥവാ ഈമാന്റെ മാഹോല് നമ്മുടെ വീടുകളിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമത്തേത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് സുന്നത്തിന്റെ മാഹോലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അത് ആന്തരിക സുന്നത്തുകളുണ്ട്, ബാഹ്യമായ സുന്നത്തുകളുണ്ട്. ബാഹ്യമായ സുന്നത്തിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ആന്തരികമായ സുന്നത്തുകളാണ്. ആന്തരികമായ സുന്നത്തിൽപ്പെട്ടത് ഒന്ന് ക്ഷമ, സഹനത, അതേപോലെ തന്നെ ഇതെല്ലാം നല്ല സ്വഭാവം, ആന്തരിക സ്വഭാവങ്ങളാണ്. അതാണ് ഏറ്റവും ശക്തമായി നിൽക്കേണ്ടത്. അപ്പൊ ബാഹ്യമായതൊക്കെ അതിന്റെ പിന്നാലെ വന്നോളും. അതില്ലാതെ നമ്മൾ കോലം കെട്ടി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സുന്നത്തായ ഒരു മാഹോൽ ഉണ്ടാകണം. മൂന്നാമത്തെ നമ്മുടെ വീട്ടിൽ എഡ്യൂക്കേഷന്റെ, നല്ല വിദ്യാഭ്യാസത്തിന്റെ അതിമനോഹരമായ ഒരു ലോകം തീർക്കാൻ നമുക്ക് പറ്റണം. കാരണം അത് താലീമിന്റെ മാഹോൽ എന്നാണ് അതിന് പറയുക. താലീമിന്റെ മാഹോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപാര ബുദ്ധിശക്തിയുള്ള നന്നായി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകണം. വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകണം. അവിടെ കുട്ടികൾ കുറവും രക്ഷിതാക്കൾ കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള സംസാരമാക്കിയത്. മറ്റത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളോടല്ലേ ഇപ്പൊ പറയണ്ടേ. നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ച് കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഗൾഫ് മലയാളികൾ, ഇവിടുത്തെ KNM-ന്റെ പ്രവർത്തകര്, നിങ്ങൾ ചെയ്യേണ്ട പണി കുട്ടികൾക്ക് ടാർഗറ്റ് വെച്ച് കൊടുക്കുക. അഥവാ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ നീറ്റ് എഴുതിപ്പിക്കുന്നുണ്ടാകും, JEE എഴുതിപ്പിക്കുന്നുണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതിനും അപ്പുറം വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വെറും ഒരു നീറ്റ് എഴുതിയിട്ട് ഇങ്ങോട്ട് പോകലും, ഒരു JEE എഴുതിയിട്ട് അങ്ങോട്ട് പോകലും മാത്രമല്ല, IIT-യും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജും മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനിപ്പോൾ ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാരണം നീറ്റും പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ടാർഗറ്റ് ചെയ്ത് നമ്മൾ വെച്ചു കൊടുക്കണം. അതിന് ചെറുപ്പം മുതൽ നമ്മുടെ വീടുകൾ ലൈബ്രറി ഉണ്ടായിരിക്കണം. ലൈബ്രറി എന്ന് പറയുന്ന സാധനം നമ്മൾ 50 ലക്ഷം രൂപക്ക് വീടുണ്ടാക്കും. 50 ലക്ഷം രൂപന്റെ വീട്ടില് വെറും 5 ലക്ഷം രൂപയുടെ ഏതുപോലെ ഉണ്ടാകില്ല, പുസ്തകം പോലും ഉണ്ടാകില്ല. പിന്നെന്താ നമ്മുടെ വീടിന്റെ അവസ്ഥ? 5 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ ലൈബ്രറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി പോട്ടെ, 1 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും റഫറൻസ് ഗ്രന്ഥങ്ങൾ കുട്ടികൾ ചെറുപ്പം മുതലേ റഫറൻസസ് വായിക്കാൻ തുടങ്ങണം. ഹിസ്റ്ററിയുടെ റഫറൻസസ്, ജോഗ്രഫിയുടെ റഫറൻസസ്, ഇതെല്ലാം വായിച്ചിട്ട് പിന്നെ വലിയ ലൈബ്രറിയിലേക്ക് കണക്ടിങ് ഉണ്ടാകണം. അതോടൊപ്പം ഈ ലൈബ്രറിയിലേക്ക് അവൻ കയറണം. അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ സിവിൽ സർവീസിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇനി അതിക്കും മേലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഞാൻ പറയാം, അതിനേക്കാൾ മുകളിൽ നമ്മൾ ഇന്ത്യ സമ്മതിക്കൂലെങ്കിലും ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയപ്പെടുന്ന 10 യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ലക്ഷ്യമിട്ട് കൊടുത്താൽ അവർ പിന്നെ വല്ലാണ്ട് കളിക്കാനൊന്നും നിൽക്കൂല എന്നാണ് എന്റെ ഒരു ബോധ്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരും അങ്ങോട്ട് വിടിൻ, അവിടെ പോയിട്ട് പഠിക്കട്ടെ. അവിടെ ഉഷാറായിട്ട് നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ഓക്സ്ഫോർഡിലേക്കാകട്ടെ, കാംബ്രിഡ്ജിലേക്കാകട്ടെ, ടെക്സസിലേക്കാകട്ടെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ MIT-യിലേക്കാകട്ടെ, ഹാർവാർഡ് ബിസിനസ് സ്കൂളിലേക്കാകട്ടെ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാകട്ടെ, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ അയക്കുന്നില്ല? ഈ ഇരിക്കുന്ന പ്രവാസി കൂട്ടായ്മയിൽ മലപ്പുറം ജില്ലയിലെ KNM-ന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഏതൊക്കെ മക്കളാണ് ഈ ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. നിങ്ങൾ ചിലപ്പം വേണമെങ്കിൽ മനസ്സിൽ തോന്നുന്നുണ്ടാകും, ഇയാൾ വായ തുറന്ന് അതേ പറയുള്ളൂ. സോറി, മലപ്പുറത്ത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ് പരിപാടിയാണ്. സ്റ്റേറ്റിലുള്ള ആരെങ്കിലും ഒന്ന് കൈപ്പൊക്കിയാട്ടെ. എന്റെ കുട്ടി അങ്ങനെ ചോദിക്കണോണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സിദ്ദീഖ് സാർ, എന്റെ കുട്ടി ഇതാ കാംബ്രിഡ്ജിൽ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കണോണ്ട് വലിയ സംഭവമായിട്ടല്ല, പക്ഷെ പഠിക്കണം. കാരണം നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാരഥന്മാരൊക്കെ പഠിച്ചിറങ്ങി അവിടെ നിന്ന്. നമുക്കൊരു ഭരണഘടന എന്നൊരു സാധനം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു താഴേക്കരയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ പോയി പഠിച്ചിട്ട് LSE, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പഠിച്ചിട്ട് അവിടുന്ന് കിട്ടിയ ഐഡിയോളജി പ്രകാരം ഉണ്ടാക്കിയ ഭരണഘടനയിൽ എപ്പോഴും നമ്മൾ ജീവിക്കണേ. LSE മൂപ്പര് പഠിച്ചേ ആ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നമ്മളെ കുട്ടികളുണ്ടോ? അപ്പൊ അത് മൂപ്പര് പോയി പഠിച്ചു എന്നും പറഞ്ഞാൽ നമ്മൾ ഇരിക്കല്ലേ? അല്ലേ? ആണോ? അല്ലേ?
അപ്പൊ നമ്മളെ കുട്ടികളെ അങ്ങോട്ടൊന്നും പോണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നെഹ്റു കുടുംബത്തിൽ, ഞാൻ രാഷ്ട്രീയം പറയല്ല, ഓരോ മക്കളൊക്കെ എവിടെ പഠിപ്പിച്ചത്? ഓരോ സിവിൽ സർവീസിനൊന്നും വിട്ടിട്ടൊന്നുമില്ല. നെഹ്റുവിനെ വിട്ട് കാംബ്രിഡ്ജിലേക്ക്, രാജീവ് ഗാന്ധിനെ വിട്ട് കാംബ്രിഡ്ജിലേക്ക്, ഇന്ദിരാഗാന്ധിനെ വിട്ട് ഇന്ദിരാഗാന്ധിനെ വിട്ട് ഓക്സ്ഫോർഡിലേക്ക്. ഇത് എന്തിനെ വിട്ടതെന്നറിയോ? ഓരോ പ്രതിഭകളായിട്ട് തിരിച്ചു വരാനാണ്. ഈ രാഹുൽ ഗാന്ധിനെ വിട്ടു. രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കണ്ട. രാഹുൽ ഗാന്ധിന്റെ എഡ്യൂക്കേഷന്റെ പ്രത്യേകത പറയാ, 2 ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പഠിച്ചിട്ടില്ല ഇവരാരും. രാഹുൽ ഗാന്ധി പഠിച്ചത് ഒന്ന് ഹാർവാർഡിലുമാണ്, ഒന്ന് അതേപോലെ തന്നെ എവിടെയാണ്, കാംബ്രിഡ്ജിലുമാണ്. 2 പഠിച്ചിട്ടുണ്ട്. ഞാനൊരു 10 കൊല്ലം മുമ്പേ, KMCC-കാർ ക്ഷമിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ UAE KMCC-യുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിനെ ഭയങ്കര ഉഷാറായിട്ട് സംസാരിച്ച പോലൊക്കെ പാടെ ചോറയിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആ കൂട്ടത്തിലുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തിനാ മൂപ്പരെങ്ങനെ പൊക്കി പറഞ്ഞു, മൂപ്പരൊരു പൊറുക്കൂസല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ എന്താ കഥ? കാരണം മൂപ്പർക്ക് ഹാർവാർഡിൽ നിന്നും കാംബ്രിഡ്ജിൽ നിന്നും കിട്ടിയ എഡ്യൂക്കേഷൻ ആണത്, അല്ലാതെ നൂലുമെന്ന് ഇറങ്ങിയതല്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ അത്തരം ക്യാമ്പസിലേക്ക് വിട്. ഞാൻ അവിടുത്തെ ഏജന്റ് ഒന്നല്ല, അവിടെ ഏജന്റായിട്ട് എന്താ കാര്യം വല്ല പൈസയും കിട്ടും. കാരണം അത്രയും ടെസ്റ്റുകളും അത്രയും ഇതൊക്കെ. നമ്മൾ ഈ UK കുട്ടികളെ വിടും, അല്ലെങ്കിൽ എവിടേക്ക് വിടും, മറ്റുള്ളതിലേക്ക് വിടും. എന്നിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ 18 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ട് ഒറ്റ വിടലാണ്. ഞാൻ ഒരു ഇത് പറയല്ല, എൻ്റെ മോനിൻ്റെ അവിടെ പഠിക്കണം, നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അവരോട് പറഞ്ഞ PG പഠിക്കേണ്ടത് LSE-യിലാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, അതെല്ലാവരും ചെന്ന് വരണ്ടാന്നൊക്കെ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എന്നിട്ട് അതിനെ മെനക്കെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, കിട്ടാൻ വേണ്ടിയിട്ടാ. LSE-യിലെത്തിയിട്ടൊന്നുമില്ല. ഞാൻ നോക്കണം, മെനക്കൊണ്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ? ഞാൻ പറയുന്നത് 150 രാജ്യക്കാര്, അവിടുത്തെ ടോപ്പ് ലീഡേഴ്സിന്റെ മക്കള്, വലിയ കണക്ഷന്. നിങ്ങളറിയോ, ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കട്ടെ, ശശി തരൂർ എന്ന് ഇവിടുന്ന് വിമാനം കയറുമ്പോഴേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പേടിയാണ്. കാരണം എന്തുകൊണ്ടാണ്? ടോപ്പ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഡെലിവറൻസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലെക്ചർഷിപ്പ് ഉള്ള ആളാണ് ശശി തരൂർ. രാഷ്ട്രീയം പറയല്ല. രാഹുൽ ഗാന്ധി വിമാനം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് വരെ എന്താക്കി വെച്ച്. കാരണം ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി പോയിട്ട് ലെക്ചറിങ് നടത്തുന്ന ആൾക്കാരെ, ഇവരൊക്കെ വലിയ ഗസ്റ്റുകളായിട്ട് എത്തുന്ന ആൾക്കാരെ. കാരണം ലോകത്തിന് മുഴുവനും പ്രധാനമന്ത്രിയുടെ വെയിറ്റ് ഇന്ത്യ ഉത്തരേന്ത്യക്കാർക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടിപ്പോയി എന്നല്ലാതെ ലോകതലത്തിന്റെ മുഴുവനും ആളുകൾക്കിടയിൽ ഇവരുടെ വെയിറ്റ് കുറഞ്ഞോള്ള കാരണം എന്താണെന്നറിയോ? ഇവരുടെയൊക്കെ സ്പീച്ചസ് ആണ്. ഞാൻ വെറുതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓരോ കുട്ടിയും അവിടെ പോയി പഠിച്ചു വന്ന കസറിയിട്ട് തിരിച്ചു വരും. ആ ഓരോ കുട്ടികളും സമൂഹത്തിന്റെ വക്താവും. അവർക്ക് നല്ല തൗഹീദും സുന്നത്തും കൂടി ഉണ്ടെങ്കിൽ ആ രംഗങ്ങളൊന്നും ആലോചിക്കട്ടെ. അതിനാ ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ മുൻകഴിഞ്ഞു പോയ കുറെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയി പഠിച്ചിട്ടും ടോപ്പായി നിന്നിട്ട് മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, അതേപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, ഡോക്ടർ അല്ലാമ ഇക്ബാലിനെ പോലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിൻതലമുറക്കാരായ ആളുകൾ, ഈ പ്രവാസികളെ ഞാൻ പറയാം, നിങ്ങൾ എവിടെ കൊണ്ടേ പഠിപ്പിച്ചാലും കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത്. ടാർഗറ്റ് ചെയ്ത് വിടണം. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, പച്ചയായ മനുഷ്യരുടെ വേദനകൾ അറിഞ്ഞ് ഒരു സോഷ്യൽ റിഫോമറായി, ഒരു സോഷ്യൽ ലീഡറായി നമ്മുടെ കുട്ടികൾ മാറാണ്. അടുത്ത തലമുറയ്ക്ക് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കിട്ടാനൊക്കെ പണിയുണ്ടാവും അത്ര യൂണിവേഴ്സിറ്റി. നമ്മളെ മക്കൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളും എൻ്റെ അവിടെ എങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മരുന്നടിക്കണ കുട്ടി, ഒരു ഡ്രഗ് അടിക്കണ ഒരു കുട്ടി IIT പാസ്സായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. കാരണം IIT പാസ്സാകുന്നതിന് ഇത് അടിച്ചാൽ പറ്റൂല. ഇതിന് ഖത്തറിലുള്ളവർ ആരൊക്കെയാണ്? ഒന്ന് കൈവെക്കോ. ഖത്തറിൽ പോയവര്, ഖത്തറിൽ ഇപ്പോൾ ഉള്ളവര്, നിങ്ങളുടെ എത്ര ആൾക്കാരുടെ മക്കളെ ചോദിക്കണമെന്ന് വിചാരിക്കും. ഖത്തർ യൂണിവേഴ്സിറ്റി പഠിക്കണവരുണ്ടോ എന്ന് കൈവെക്കോ. ഖത്തർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവര് പ്രവാസി സംഗമത്തിൽ ഇങ്ങനെ ചോദിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ കാരണം നല്ല പണിയാണ് കിട്ടാൻ. എൻട്രൻസ് നല്ല ടഫാണ്. 98-99% +2 നമുക്ക് മാർക്ക് വേണം. വഴികളൊക്കെ ഞാൻ പറഞ്ഞത് എങ്ങനെ അവിടെ ജോയിൻ ചെയ്യാമെന്ന്. എനിക്കറിയാവുന്ന എല്ലാ വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികൾ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് അവരിപ്പോ ഖത്തർ ഫൗണ്ടേഷൻ അവർ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിദേശ രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്? ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക. ഖത്തർ ഏൽപ്പിച്ചതാണ്. സാലറിയും അത്യാവശ്യമുണ്ട്. ഖത്തറിലുള്ള ഒരു കാര്യമാണ് സാലറി. നമ്മുടെ കുട്ടികൾക്ക് സാലറി ഇല്ല എന്നുള്ളൊരു കുറവുണ്ട്. ചുരുങ്ങിയത് 30,000-35,000 റിയാല് എന്തുള്ളൂ അവർക്ക് സാലറിയും കിട്ടും. എല്ലാ ഫെസിലിറ്റിയും കൊടുത്തു. എന്തേ നമ്മളത് അറിയാത്തത്? ഖത്തറിൽ ജീവിക്കുന്നവരല്ല. അവിടെ വേറെ പല കോഴ്സുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇസ്ലാമികപരമായ കോഴ്സുകളെ കുറിച്ച്. സമാധാനപരമായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോവാം, എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ. ക്രിസ്ത്യൻ സൊസൈറ്റി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഖത്തർ യൂണിവേഴ്സിറ്റി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ മെനക്കെടുക. അങ്ങനെ എത്ര യൂണിവേഴ്സിറ്റീസ്
UK അടിപൊളിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി, മാക്ഫീൽഡ് യൂണിവേഴ്സിറ്റി എന്നാ പറയാം. ഇസ്ലാമിക് തിയോളജി, ഇസ്ലാമിക് ഫിലോസഫി, ഇസ്ലാമിക് ഫിനാൻസ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും, റിസർച്ചും ഉണ്ടാവും. പക്ഷെ നമുക്കതറിയില്ല. എത്ര ആൾക്കാർക്ക് അറിയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനവിടെ പോയിട്ടുണ്ട്. എത്ര രസകരമായ യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ടോ? നമ്മളെ കുട്ടി അനങ്ങിയ വിടും ഒരു ഡോക്ടറാവാൻ. നല്ല തന്നെ ഡോക്ടർ ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യങ്ങൾ അറിയോ? ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. IMA കണക്കനുസരിച്ച്, ഡോക്ടർമാർ ക്ഷമിക്കണം കേട്ടോ, IMA കണക്കനുസരിച്ചിട്ട് 80% ഡോക്ടേഴ്സും ഫെയിലിയേഴ്സ് ആണ്. എന്താ കാരണം? ഒരാൾക്ക് നോളജ് മാത്രം പോരാ, സ്കില്ല് വേണം, പാഷൻ വേണം, വാല്യൂസ് വേണം. ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ അയാളാവുക. 4 ഘടകങ്ങൾ ഒരാൾ ചേരണം. അയാൾക്ക് നോളജ് വേണം, അയാൾക്ക് അപാര സ്കില്ല് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹാർട്ടിൻ്റെത് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ജോസാഗോ പെരിയാപുരത്ത് ആലോചിക്കും, അല്ലെങ്കിൽ വേറുള്ളവർ ആലോചിക്കും. അല്ലാതെ എല്ലാ ഹാർട്ടിന്റെ ആൾക്കാരും നമ്മൾ പോകൂലല്ലോ. അയാൾക്ക് സ്കില്ല് വേണം, പോരായാലും പാഷനും വേണം. 6 മണിയായ വിലയ്ക്ക് പോകണം, നാളെ ഓപ്പറേഷൻ നടത്തുന്ന വിലയിൽ പോകാൻ തന്നെ ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. പാഷനേറ്റ് ആകുമ്പോൾ അത് എത്ര സമയമായാലും അയാളവിടെ ഉണ്ടാവും. അതോടൊപ്പം വാല്യൂസും വേണം. 5 ലക്ഷം റുപ്യ ചിലവാകണം, ഓപ്പറേഷൻ 60 ലക്ഷം റുപ്യ ആവുമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ 60 ലക്ഷം റുപ്യ കൊടുക്കുന്ന ഡോക്ടർമാരായി മാറരുത്. വാല്യൂസ് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രാക്കിലേക്ക് നമ്മളെ കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ വിട്ടോളൂ. അല്ലാതെ ആളുകളെ, കൊറോണയുള്ള സമയത്ത് ഒരു കവിത എഴുതി, കൊറോണയിൽ ഛർദിക്കുന്ന ഛർദിലിൽ പോലും, ആ രക്തപിണ്ഡങ്ങളിൽ പോലും നാണയത്തുട്ടുകൾ തിരിയുന്ന ഡോക്ടർമാരെ നിങ്ങൾക്ക് സലാം. കാരണം അന്ന് പോലും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സിൽ പെട്ടതൊന്നും അല്ല കേട്ടോ, നല്ല എത്തിക്സ് ഉള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എത്തിക്സ് ഉള്ള നല്ല ഡോക്ടേഴ്സ് ആക്കി നമ്മുടെ കുട്ടികളെ മാറ്റുക, നല്ല ആർക്കിടെക്ട്സ് ആയിട്ട് മാറ്റുക. പൈസക്കാരെടുക്കുന്ന 1 കോടി രൂപന്റെ പ്രൊജക്ടിന് 6 ലക്ഷമോ 10 ലക്ഷമോ വാങ്ങിക്കോട്ടെ, പൈസക്കാരത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് സാറേ ഇതൊന്ന് ഒപ്പിട്ട് നിങ്ങൾ ഒപ്പ് കിട്ടിയാൽ 3 ലക്ഷം റുപ്യ പഞ്ചായത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ 3 ലക്ഷം റുപ്യ 30,000 വാങ്ങുന്ന എഞ്ചിനീയറായിട്ട് നമ്മൾ മാറരുത്. 10 ആൾക്കാർക്ക് പ്ലാൻ വെച്ചെടുക്കുമ്പോൾ ഈ പാവത്തിന് ഫ്രീ ആയിട്ട് പ്ലാൻ വെച്ചെടുക്കാമെന്ന് മാത്രമല്ല, അവന്റെ വിശ്വാസപ്രകാരം ഒരു 10,000 റുപ്യ അങ്ങോട്ട് കൊടുത്തിട്ട് ആദ്യം കല്ലെടുക്കുമ്പോൾ നിങ്ങൾ എന്റെ വകയായിട്ട് ഇറക്കിക്കോളിൽ എന്ന് പറയുന്ന എഞ്ചിനീയർമാരാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളെ കുട്ടികൾ സർജനായാലും അവരോട് പറഞ്ഞ വെറും ഉപദേശം പറയില്ല. ചീഫ് സർജൻ എന്ന് വെച്ചാൽ നല്ലൊരു ഹോസ്പിറ്റലിൽ അവനോട് പറയണം, മോനെ നിന്നെ തേടി വരുന്ന 20 പേഷ്യൻസിന് 20 സർജിക്കൽ പേഷ്യൻസിന് നീ അത് സർജറി ചെയ്യേണ്ടി വരുമ്പോ അതിന് 15 ആൾക്കാർ സമ്പന്നരാണെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞ ഫീസൊക്കെ വാങ്ങിക്കോ. പക്ഷേ അതിന് 2 ആൾക്കാർക്കെങ്കിലും ഈ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. അവർ പച്ച പാവങ്ങളായിരിക്കണം എന്ന് നമ്മളെന്ന പിതാവ് ഉപദേശിക്കണം കുട്ടിയെ. ഇങ്ങനത്തെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും കളക്ടർമാരും നമ്മളെ കുട്ടികളായോ? മോനെ ഈ പിന്നെ MLA മാരും MP മാരും വിളിച്ചേർന്ന ആൾക്കാർ മാത്രമല്ല, അവിടെ തൂണ് ചാരിക്കണ ഏതൊരു പാവുണ്ടാവും. ആ പാവത്തിന് MLA MP ഒന്നും വിളിച്ചറിയല്ല. രാവിലെ മുതൽ വന്നിട്ട് വൈകുന്നേരം വരെ 5 ഒപ്പിന് വേണ്ടി കാത്തിക്കണ ഒരു പാവം ആ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും. ഓൻ അരികിലേക്ക് വിളിച്ചിട്ട് ആദ്യം അവന്റെ ഒപ്പിട്ട് കൊടുക്ക് എന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറായ മോനോട് ദീനിയായി ഉപദേശിക്കേണ്ടെന്ന ചുമതല നമുക്കാണ്. ഓരോ മേഖലയിൽ പോകുമ്പോഴും 4 കാര്യം മോനെ നീ ശ്രദ്ധിക്കണമെന്ന്. നിനക്ക് ആ കാര്യത്തിൽ നല്ല നോളജ് വേണം. അത് എക്സാമിലും തെളിയിച്ചിട്ടുണ്ടാവും. പക്ഷെ എക്സാമിൽ തെളിയിച്ചതോടൊന്നും സ്കില്ല് ഉണ്ടാവില്ല. സ്കില്ല് വേറെ ഉണ്ടാക്കേണ്ട സാധനമാണ്. ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമറും അറിയാം. പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിക്കുന്ന വിചാരിച്ചിട്ട് ആൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അത് പറഞ്ഞിട്ടുണ്ടാക്കേണ്ട സ്കില്ല് വേറെയാണ്, അതിൽ പാഷൻ വേറെയാണ്, അതിൽ വാല്യൂസ് വേറെയാണ്. ഇപ്പൊ നോളജും സ്കില്ലും പാഷനും വാല്യൂസുമുള്ള ഒരു കുട്ടിയായി നമ്മുടെ കുട്ടിയെ വളർത്തണം. അതിന് ആ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. ആധുനിക തലമുറയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അറിയണം. ആധുനിക തലമുറ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് ഫൈൻ ട്യൂണിങ് നടത്തി നമ്മളിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റണം. അതിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഏത് ക്യാമ്പസിൽ പോയാലും, ഏത് ക്യാമ്പസിന്റെ വഴിയോരങ്ങളിലൂടെ അല്ലെങ്കിൽ അതിന്റെ ക്യാമ്പസിന്റെ ആ വരാന്തയിലൂടെ നീ കടന്നു പോകുമ്പോഴും നീ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കണം മോനെ എന്ന് നമ്മുടെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ നടക്കണം. ഞാൻ എൻ്റെ മോൻ പോകുമ്പോൾ പറഞ്ഞു, മോനെ നീ അവിടെ പോയിട്ട് നിസ്കരിക്കാൻ പോകുന്ന കുട്ടികൾ, നിസ്കരിക്കാത്ത കുട്ടികളൊക്കെ പലരും ഉണ്ടാവുമല്ലോ, മുസ്ലിങ്ങളായ കുട്ടികൾ, അവരൊക്കെ പള്ളിയിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നിനക്കാണ്. അയ്യ ഞാൻ പോയത് 2-3 പള്ളികളോട് അടുത്തുണ്ട്. അപ്പോൾ അവനവിടെ പോയി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഞാനത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഖത്തറിലൊരു മിനിസ്റ്ററുടെ മോൻ ഇവിടെ പഠിക്കേണ്ടത്, അവരാണ് എല്ലാവരെയും കൂടെ. മിനിസ്റ്ററുടെ മോൻക്ക് അതിന് നേരമുണ്ട്. നമ്മൾ പിന്നെ അതിലും വലിയ ആൾക്കാരായി പോയില്ലേ.
സഹോദരന്മാരെ, നമുക്ക് കുറച്ച് സമ്പത്ത് വരുമ്പോഴേക്ക് കുട്ടികളെ ട്രാക്ക് മാറ്റല്ലേ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ പറഞ്ഞിട്ട് അവരെ വഴിതിരിച്ചു വിടല്ലേ. സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ അവർ പോകുന്നത് ഇന്റർനെറ്റ് ലോകത്തിലേക്ക്, ഏതെങ്കിലും മോശപ്പെട്ട ലോകത്തിലേക്ക് ആകാതിരിക്കട്ടെ. എല്ലാം ചെയ്യുന്ന കുട്ടിയായിട്ട് നമ്മുടെ കുട്ടി മാറരുത്. നിസ്കരിക്കുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. ഒരു കുട്ടി നല്ല വാല്യൂസോട് കൂടി പോകുമ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ. അവസാനിപ്പിച്ചു കൊള്ളട്ടെ, നെഞ്ചു ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കുട്ടിയായി നമ്മുടെ കുട്ടികൾ. വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും മനസ്സിലൂടെ കടന്നു പോകും. വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും ഒരു സമുദായക്കാരോടും വർഗീയപരമായി ചിന്തിക്കരുത് എന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഒന്നും കൂടി ഉയർത്തി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ പോലും ദുആ ചെയ്തിരുന്ന മോനെ. അതുകൊണ്ട് ശത്രുക്കൾക്ക് പോലും ഹിദായത്തിന് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഓരോ ശത്രുവായ ആൾക്കാർക്ക് അങ്ങനെ വന്നതാ ഉമർ റളിയല്ലാഹു തആല ഒക്കെ. അതുകൊണ്ട് വിശാല കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. സംഘടനയുടെ റിജിഡിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം, സങ്കുചിതത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ദയവ് ചെയ്തിട്ട് നമ്മളെ കുട്ടികളെ കേൾപ്പിക്കരുത് എന്നാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ. കാരണം ഈ ഡയലോഗ്സ് ഒരിക്കലും, ഞാൻ പറയാ, 1000 ആള് കേട്ടാൽ ഒരാൾക്ക് അതിൽ ഇസ്തിഖാമത്തുണ്ടാവും, ബാക്കി 99% കുട്ടികൾക്കും അതിൽ ഇഷ്കാലുണ്ടാവും. കാരണം ഇയാളെന്താ അങ്ങനെ പറയാൻ കാരണം, അയാളെന്താ അങ്ങനെ പറയാൻ കാരണം, അയാളെന്താ ഇങ്ങനെ പറയാൻ കാരണം. എന്നിട്ട് ആകെ കുട്ടികൾ ഡിലേമാലാവും. എന്നിട്ട് കുട്ടികളെ പുതിയ തലമുറ ചോദിക്കാൻ ഞങ്ങൾ പേരാ നിൽക്കണ്ടേ. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ക്ലീശയിലേക്ക് പോകാതെ ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ സ്പീച്ച് കേൾപ്പിച്ചു. ലോകത്തിലൊരു വർഗീയതയുടെ തരിമ്പ് പോലും പറയാത്ത മുത്തഖീങ്ങളായ ധാരാളം ഉലമാക്കളുണ്ട്, അവിടെ സ്പീച്ചുകൾ കേൾപ്പിച്ചു. അപ്പൊ സുന്നയുടെ ആളുകൾ ഒറിജിനലായിട്ട് അള്ളാഹുവിന്റെ തൗഹീദും സുന്നത്തും അനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്, അവിടെ സ്പീച്ചുകൾ കേൾപ്പിക്കും. എന്നെ നമ്മുടെ സംഘടനയിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടേക്കും, അതൊന്നും നമ്മൾ ഇതിനൊന്നും പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകരുത്. ദൈവം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പർദ്ദയണിഞ്ഞുകൊണ്ട് ക്യാമ്പസിന്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്ന കുട്ടികളിൽ ഒരിക്കലും നമ്മുടെ മോളുണ്ടാകരുത്. കാരണം അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പിതാവിനോട് ചോദിച്ച് തീർക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറട്ടെ എന്നതാണ്. സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കും. റാപ്പോയുടെ പരസ്പര ബന്ധത്തിന്റെ, മക്കളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ, ആരാ പറഞ്ഞത് നമ്മളെ തന്നെ ബഹുമാനിക്കണമെന്ന്? ശരിക്കും പറഞ്ഞാൽ മക്കള് നല്ല പോലെയാണെങ്കിൽ നമുക്ക് മക്കളോട് ബഹുമാനം തോന്നിപ്പോകും. ബഹുമാനം എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതാണ്. നമുക്ക് വല്ലാത്ത ബഹുമാനം നമ്മുടെ മക്കളോട് തോന്നണം. അത് കുട്ടിക്കാലം മുതലേ, അല്ലെങ്കിൽ അവന്റെ കുട്ടിയെ, അല്ലെങ്കിൽ നമ്മുടെ ഇളയ മോനെ, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത മോനെ ചുംബനം കൊടുത്ത് വളർത്താൻ നമുക്ക് പറ്റണം. നമ്മൾ എപ്പോഴും നെഞ്ചു ചേർത്ത് നടക്കണം. അവനെ കുറിച്ച് നന്മകൾ മാത്രം പറയണം. അവന് ചില നെഗറ്റീവ് ഉണ്ടാവും, അതൊന്നും ആൾക്കാരോട് പറയരുത്. അവന്റെ നന്മകൾ വാഴ്ത്തി പറഞ്ഞാൽ അവന്റെ മറ്റുള്ളതൊക്കെ എന്താവും? ഒരു ഇരുട്ട് കാണുമ്പോ ഇരുട്ടേ പോ എന്ന് പറഞ്ഞിട്ട് 1000 പ്രസംഗം നടത്തിയിട്ടും കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി. അതുകൊണ്ട് ആ മെഴുകുതിരി കത്തിക്കുക എന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇരുട്ടിനെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകലല്ല, അതിനുവേണ്ടി സെമിനാർ നടത്തലല്ല നമ്മുടെ പണി. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കലാണ്. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയുള്ള മെഴുകുതിരി നമ്മളാവുകയാൽ സ്വയം ഉരുകിയാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രകാശമായി നിൽക്കുന്നതിന്റെ പേരാണ് മെഴുകുതിരി എന്ന് പറഞ്ഞാൽ. ആ മെഴുകുതിരിയെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി നിൽക്കാൻ അവരെ പഠിപ്പിക്കണം. കേവലം പഠിപ്പിച്ചിട്ടൊരു വലിയ ടാർഗറ്റ് കൊടുത്ത് നീ ഡോക്ടറാകു, എന്നിട്ട് പ്രൊഫഷനിൽ ഇങ്ങനെയാകു എന്നതല്ല. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ഏറ്റവും താഴെയാണ്. പ്രൊഫഷനിൽ ഏറ്റവും ടോപ്പ് അവരൊരു സോഷ്യൽ റിഫോമർ ആകലാണ്. ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മകനായി, മകളായി നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കലാണ്. അങ്ങനെ ആ വലുതാകലിൽ നമുക്ക് പറയാൻ പറ്റണം, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, ഓരോ ആളുകളും കടന്നു വരും, ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാകും, അവരുടെ പിന്നാലെ കുറെ ആളുകളും ഉണ്ടാകും. ആ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ആളുകൾ വിളിച്ചു ചോദിക്കും, ഇതൊരു പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോ ഇതൊരു പ്രവാചകനല്ല, സാധാരണ അല്ലാഹു വിശ്വാസമിയുടെ ഒരു ഫോളോവറാണ്, സാധാരണ ഒരു ആളാണ്. പക്ഷേ അദ്ദേഹം ദഅവത്ത് ചെയ്ത്, അദ്ദേഹം പ്രബോധനം ചെയ്ത്, അദ്ദേഹത്തിലൂടെ വന്നിട്ടുള്ള ആളുകളാണ് ഇതെന്ന് നാളെ മഹ്ശറ വൻസഭയിൽ വിളിച്ചു പറയും. ഇതേപോലെ അഭിമാനത്തോടെ നമ്മുടെ മക്കളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി നമ്മുടെ കുട്ടികൾ പറയട്ടെ, അറബിയിലെങ്കിൽ, ഇംഗ്ലീഷിലെങ്കിൽ, ഉറുദുവിലെങ്കിൽ, എന്ന് ഉറുദു സംസാരിക്കുന്ന രാജ്യത്തിൽ അവർ പോയി സംസാരിക്കട്ടെ. എന്ന് അറബി സംസാരിക്കുന്ന രാജ്യത്തിൽ പോയി അവർ പറയട്ടെ. Allah subhanahu wa ta'ala puts all the success in this whole. Allah
also hereafter only in the perfect deen എന്ന് only in the perfect deen എന്ന് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ പോയിട്ട് പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ മക്കളെ അങ്ങനെ ചാനലൈസ് ചെയ്ത് വളർത്താൻ അന്തരീക്ഷം ഉണ്ടാക്കണം. സ്നേഹത്തിന്റെ അന്തരീക്ഷം, സൗഹൃദത്തിന്റെ അന്തരീക്ഷം, പാരസ്പര്യത്തിന്റെ അന്തരീക്ഷം, ദീനിന്റെ അന്തരീക്ഷം. നമ്മൾ മാത്രം ഇമാമത്ത് നിൽക്കല്ലേ. നമ്മൾ ചിലപ്പോൾ വലിയ പണ്ഡിതനോ അറിവുള്ള ആൾക്കായിരിക്കും. നമ്മളെ മക്കളെയും കൂടി പിടിച്ചിട്ട് ഇമാമത്ത് നിർത്ത്. അവർ ചിലപ്പോൾ പാന്റ് ചവിട്ടി പിടിച്ചിട്ടുണ്ടാകാം, ടീഷർട്ട് ഇട്ടിട്ടുണ്ടാവാം. നിങ്ങളത്ര താളിക്ക് നിങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെ പിടിച്ച് നിർത്തുന്ന എന്തിനാണെന്നറിയോ? ശരിക്ക് അതിന്റെ ഫിഖ് അനുസരിച്ച് നമ്മൾ തന്നെ നിൽക്കേണ്ടി വരും എന്ന കോലതൊക്കെ കാണുമ്പോൾ. പക്ഷെ എനിക്കൊരു അനുഭവമുണ്ട്, ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോട്ടക്കൽ ഒരു പള്ളിയിൽ ഞാൻ യാത്രയിലായതുകൊണ്ട് ജമാഅത്തിന് എത്താൻ പറ്റിയില്ല. ഒരു പയ്യൻ നിന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയിട്ടുണ്ട്. ഒരു പയ്യൻ നിന്നാണ് നിസ്കരിക്കുന്നത്. എന്റെ മുടിയൊക്കെ അകപ്പാടൊരു കോലുണ്ട്. ബാക്ക് ഇങ്ങനെ റുക്കൂക്ക് പോകുമ്പോൾ കാണും. അങ്ങനെ ഒരു പയ്യനാ പാൻറ്റൊക്കെ ചവിട്ടിപ്പിടിച്ച്, ആ ചവിട്ടിപ്പിടിച്ചെടുത്തൊരു ചളിയും കാണുന്നുണ്ട്. ഫിഖ്ഹിന്റെ മസല പ്രകാരം അവന്റെ പിന്നെ നിസ്കരിച്ചാൽ ചിലപ്പോൾ ശരിയാവൂല. പക്ഷേ നിസ്കരിക്കണം. നമ്മൾ ഒരു ദാഴിയായ ഫിഖറില്, ഒരു ദാഴിയുടെ ഫിഖറിൽ നമ്മൾ നിസ്കരിക്കണം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ട. ഞാൻ അവരെ ഞാൻ തോണ്ടാൻ പാടില്ല, കാരണം ഇപ്പൊ തോണ്ടാതെ മനസ്സിലാവില്ല. കാരണം അവിടെ നിന്നിട്ട് പിന്നെ കാവലാൻ വേണ്ടി അതുപോലും കുട്ടിയൊക്കെ അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലെ തോണ്ടലാണ്. തോണ്ടെന്നുള്ള പരിപാടിയൊന്നുമില്ല. അതിന് ഞാൻ നിസ്കരിച്ച് തുടങ്ങി. അതിനവൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഓൻ പോയി. പിന്നെ എനിക്ക് ബാക്കി രണ്ടരക്കാത്ത എനിക്കുണ്ടല്ലോ. ഞാനത് മുഴുവനാക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോ സുന്നത്തും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങണേ. അപ്പൊ എന്നെ കാത്ത് നിൽക്കുന്നുണ്ട് ആ പയ്യന്. എന്നിട്ട് എന്നോട് ഡിഗ്രിക്ക് എന്തോ പഠിക്കാൻ. അപ്പൊ എന്നെ കൈയൊടിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ എന്റെ പിന്നിൽ നിസ്കരിച്ചോന്ന് ചോദിച്ചു. എന്താ എന്റെ പിന്നിൽ നിസ്കരിച്ചാൽ? നിങ്ങൾ എന്റെ പിന്നിൽ നിന്നിട്ട്. അപ്പൊ ജീവിതത്തിലോ ഇമാമത്ത് നിന്നിട്ടില്ല ആ പാവം. ആരും എന്നെ നിർത്തിയിട്ടില്ല. അതാണ് അവന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താടാ നിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ ഞാൻ ഇനി നിസ്കരിക്കുകയാണ് ഞാൻ നിൽക്കുന്ന പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആ പള്ളിയിൽ പോയാൽ ആ പഴയ കോലത്തിലല്ലാതെ നല്ല അടിപൊളിയായി ജീവിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു രംഗമാണ് ഞാൻ ചെയ്തത് പറയല്ല. നമ്മുടെ കുട്ടികൾ എത്ര ഫുട്ബോളിന്റെ തിമർത്താടലായാലും, എത്ര മുടി നീട്ടി വളർത്തിയാലും, ചിലപ്പോൾ നമ്മൾ അനുസരിക്കാത്ത ആളായാലും അതിന്റെ ഒരു ഡിപ്ലോമസി ഉണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഡിപ്ലോമസി. അതിലേക്ക് ഫിഖ് കയറ്റിയിട്ട് അവന്റെ പാന്റിന്റെ നീട്ടം പറഞ്ഞ്, മുടിയുടെ നീളം പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കല്ലേ. ഫിഖൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ദഅവത്തിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഫിഖ് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു ദാഴിക്ക് ബാറിന്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ ഒരു ആബിദിന് അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല. ആബിദ് പോയാൽ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു ദാഴി പോയാൽ അത് തെറ്റിദ്ധരിക്കപ്പെടുകയില്ല. അതായിരിക്കണം എന്ത്. ചിലപ്പോൾ ഗാംബ്ലിംഗ് സെന്ററിൽ ദായികൾ പോയി സംസാരിക്കും, അതിലേക്ക് പോകാതിരിക്കാൻ. പക്ഷെ ഒരു ആബിദായ ഒരാൾ അങ്ങോട്ട് പോകണ്ട, കാരണം അയാളെ പറ്റി തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദാഴിയുടെ ഒരു രീതി വേറെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദാഴിയായിട്ട് വളർത്തു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, ഡോക്ടർ ആയാലും, എഞ്ചിനീയർ ആയാലും, കളക്ടർ ആയാലും, ഏത് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിയാലും അവനൊരു ദാഴിയായിരിക്കണം. മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കുന്ന ഒരു ദാഴി, എല്ലാവർക്കും വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദാഴി. സർജനായി ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അരികിലേക്ക് വിളിച്ചിട്ട് അയാൾ കരഞ്ഞോണ്ട് നിൽക്കുമായിരിക്കും. ഡോക്ടറെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോലെ എന്റെ മോനെയാണ് എന്ന് പറയുന്നത് അയാൾ കരയും. പാവായിരിക്കും, പൈസ ഒന്നും ഉണ്ടാവില്ല. അയാളെ തോളത്ത് തട്ടിയിട്ട് പറയണം, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യട്ടോ, ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങളെ മോന് വേണ്ടി ഞാനും ദ്വാരുന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇയാളുടെ സമാധാനം എത്രയായിരിക്കും. എന്നിട്ട് അകത്തേക്ക് കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുന്ന രോഗിക്ക് മുകളിലൂടെ ബ്ലേഡ് പായിക്കുന്നതിന് മുമ്പേ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് അള്ളാഹുവിന്റെ അർശിന്റെ നേരെ നോക്കി, അള്ളാഹുവിലേക്ക് നോക്കി. അള്ളാഹു എവിടെ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞതാണ്, അള്ളാഹുവെ നീയാണ് ഷാഫി, ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമാണെന്നും ഒരാൾക്ക് ശിഫയാക്കാൻ പറ്റൂല എന്നും നീ ശിഫയാക്കെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലേഡ് പായിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ മാലാഖമാരെ പറഞ്ഞയക്കാൻ കെൽപ്പുള്ളവന്റെ പേരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനും ആ ഒരു അവസ്ഥയിലേക്ക് ദാഴികളായി നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകാനും നമ്മളാണ് മാറേണ്ടത്. ഇമ്പോസിൽ നിന്ന് ഇൻസ്പിരേഷനിലേക്ക്, അഥവാ കുത്തിച്ചെലുത്തലിൽ നിന്ന് ആളുകളെ മാറ്റിമറിക്കുന്ന പ്രണയത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ആ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിന് ഒന്നാമത്തെ ഉത്തരവാദി സ്ത്രീകളാണ്, രണ്ടാമത് നമ്മളുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം തന്നത്. 3 വട്ടന്മാരെ പറഞ്ഞിട്ട് എങ്ങോട്ട് പറഞ്ഞത് സ്ഥാനം മാത്രമല്ല ഉത്തരവാദിത്വം കൂടി അതുണ്ട് എന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് വാഹൃദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആ സമയം ഒരു 10 മിനിറ്റ് വൈകിപ്പോയതിൽ ക്ഷമ ചോദിക്കും. നമ്മുടെ മക്കളെ എല്ലാവരെയും അള്ളാഹു വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഏത് ഡോക്ടറും എഞ്ചിനീയറും ഏത് തലത്തിലേക്ക് അവർ എത്തിയാലും ശരി, അവർ സമ്പൂർണ്ണ ദാഴികളായി അവരുടെ തലമുറകളിലൂടെ ഹാഫലിങ്ങളും ആലിമ്യങ്ങളും ദീനിനെ കൈകാര്യം ചെയ്യുന്ന വലിയ വലിയ ആളുകളുമായി അവർ വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.